ലീഡിംഗ് ബിൽഡ്വെയർ ഇതിലുള്ള എല്ലാ ബ്രാൻഡ്സും അവരുടെ സ്റ്റുഡിയോ ചെയ്തിട്ടുണ്ട്. ചെറിയ ബഡ്ജറ്റിൽ ചിന്തിക്കുന്നവരൊന്നും പേടിക്കേണ്ട കാര്യമില്ല. 90% കേസിൽ ആ ടൈലായിരിക്കില്ല കസ്റ്റമർ അവസാനം മേടിക്കുന്നത്. അത് ചുമ്മാ ഹുക്ക് ചെയ്യാൻ വേണ്ടി പറയുന്ന ഏറ്റവും ചെറിയ വീട് ഒരു 600 സ്ക്വയർ ഫീറ്റ് എങ്കിലും കാണും. ഇത് കേരളത്തിലെ ഫസ്റ്റ് ഷോറൂം ആണ് റോയാൽ. ഇതില് ഇന്ത്യയിലെ തേർഡ് ആണ്. മനസ്സിലാവുള്ളൂ. ഈ സാമ്പിൾ തന്നെ കൊടുത്തിട്ടുണ്ട് എങ്ങനെ ഇരിക്കുന്നുള്ള കൗണ്ടർ ടോപ്പ് ഇരിക്കുന്നുണ്ടോ. പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഒരു ശകലം മാറ്റ് പോലാണ് തോന്നിക്കുന്നത്, പക്ഷെ സ്റ്റെയിൻ ഒന്നും പിടിക്കില്ല. ഇല്ല സൈഫോണിക് എന്ന് വന്ന് ഇവിടെ ഒരു ഹോൾ ഉണ്ട്, അതിൽ കൂടെ എയറും കൂടെ വന്നിട്ടാണ് ഇതിന്റെ വേസ്റ്റ് ഫ്ലഷ്. വാട്ടറിന്റെ യൂസേജ് വളരെ മിനിമം. ഇപ്പൊ ഇത് കണ്ടോ, ഇതിനാകെ ഒരു 4 ലിറ്റർ ടാങ്ക് ആണ് ഇതിനുള്ളത്. മറ്റേതെന്ന് പറഞ്ഞാൽ 6 and 3 അല്ലെങ്കിൽ 10 ലിറ്റേഴ്സിന്റെ, അതായത് നമ്മൾ ഒരു ബേസിക് ബേസ് സ്റ്റൈലായിരിക്കും 4 ബാത്റൂം ഉണ്ടെങ്കിൽ 4 യൂസ് ചെയ്യാം. ഹൈലൈറ്ററും ഫ്ലോറും മാത്രമേ മാറ്റുള്ളൂ. കട്ടിങ്ങിലൊക്കെ നമുക്ക് ഒരുപാട് വേസ്റ്റേജ് കുറയ്ക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. എന്നാൽ 4 ബാത്റൂമും 4 ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഐഡിയാസ് കിട്ടും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ. അതുപോലെ ബെഡ്റൂം ചെയ്തിരിക്കുന്നതാണ്. ഇത് അങ്ങനെയാണ്, ഒരു ഹോൾ ബെഡ്റൂം കിച്ചൺ അങ്ങനെ ഒരു കോൺസെപ്റ്റില് ഒരു റിയൽ ലൈഫ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ കസ്റ്റമർ ഇതിന്റെ അകത്ത് വരുമ്പോൾ ഒരു ഇമേഴ്സീവ് എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഇതാണ് മിസ്റ്റ് പോലെ. നല്ല ഡെമോ. എല്ലാവരുടെയും പേടി ഇതിൽ ഡൗട്ട്, ഈ പറഞ്ഞ അഴുക്ക് പിടിച്ചിരിക്കുവോ ഗ്ലോസ് ചെയ്യാതെ, അതിനുള്ള ഇതാണ്. ഇത് ഈ സാധനത്തിന് ഒന്നും അബ്സോർബ് ചെയ്യാനുള്ള. ഇത് രണ്ടും കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും വലുതായിട്ട് ഒരു അട്രാക്റ്റീവ് ആയിട്ട് തോന്നിക്കത്തില്ല. പക്ഷേ ഇത് നോക്കി ഇങ്ങോട്ട് നോക്കുമ്പോഴാണ് അതിനകത്ത് 9 feet അടുപ്പിച്ചുള്ള സ്ലാബ് 8x4, 6x4, 4x4, 4x2 തൊട്ട് ടൈനി ടൈലുണ്ട്. ഇതുവരെ ഒരേ കളേഴ്സിൽ കിട്ടും. ഇത് കണ്ടോ, ആ ചിസല് ചെയ്തേക്കുന്ന ഫിനിഷ് പോലെ തന്നെ നമ്മളൊരു കല്ലിൽ എന്താണോ വരുന്നത് ആ പാറ്റേൺസ് ഒക്കെ നമുക്ക് ഇത് ആ ടൈലിന്റെ ഇത് അവരെ കാറ്റലോഗിൽ ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ചിലടത്ത് ജോയിൻ ഫ്രീ ആയിട്ട് ഇട്ടേക്കുന്നത് അത് അവരുടെ ഒരു ഭാഗ്യത്തിൽ ഇങ്ങനെ കിടക്കുന്നതാണ്. ആരും റെക്കമെൻഡ് ചെയ്യാറില്ല. ഷെൽഫിൽ അടുക്കി വെച്ചേക്കുന്നോണക്കാണ് ഇവിടെ ഓരോ പീസസ് വെച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇത് കയ്യിലെടുത്ത് നമ്മുടെ ഇഷ്ടത്തിന് ഇതൊക്കെ തമ്മിലുള്ള ഓരോ ബ്ലെൻഡ് എങ്ങനെയുണ്ടെന്നൊക്കെയുള്ള മാച്ച് ചെയ്ത് നോക്കാൻ പറ്റും. CP ഫിറ്റിംഗ്സിന്റെ ഫുൾ റേഞ്ച് ആണ് വരുന്നത്. അത് ഇങ്ങനെ ഈ പറഞ്ഞ റെയിലിങ്സ് തന്നെ നമുക്ക് പല ഫിനിഷസിൽ അവർക്ക് ഉണ്ട്. നോർമലി ദൂരെ നിന്ന് കാണുമ്പോൾ ഒരു പ്ലെയിൻ ടൈലാണ്. ആ ലൈറ്റ് വീഴുന്നിടത്ത് ആ ഫ്ലോറൽ പാറ്റേൺ എടുത്ത് കാണിക്കും. നമസ്കാരം, എല്ലാവർക്കും ആർക്കിടോക്സിലേക്ക് സ്വാഗതം. നമ്മുടെ കേരളത്തിലുള്ള എവിടെയുള്ള ആളുകളാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള, പുതിയതായിട്ട് പണിയാൻ പോകുന്ന വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള നമുക്ക് ടൈൽസോ അല്ലെങ്കിൽ സാനിറ്ററി വെയർസോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വന്ന് നമുക്ക് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്പോട്ട് ആലപ്പുഴ ജില്ലയിൽ ചേർത്തല KSRTC ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്തായിട്ട് കിഴക്ക് വശത്തായിട്ട് ഉണ്ട്. അതാണ് CCG ചാരങ്ങാട്ട് സെറാമിക്സ്. ഈ ഒരു ഷോറൂമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് സൗത്ത് ഇന്ത്യയിലെ വൺ ഓഫ് ദി ലാർജസ്റ്റ് ഷോറൂമാണ്. 35,000 സ്ക്വയർ ഫീറ്റ് ഫ്ലോർ ഏരിയ തന്നെ ഉണ്ട്. ഒരു ടൈൽസിന്റെ കാര്യത്തിലും സാനിറ്ററി വെയർസിന്റെ കാര്യത്തിലും മലയാളികൾ ഏറ്റവും കൂടുതൽ സെലക്ട് ചെയ്യുന്ന ട്രസ്റ്റഡ് ആയിട്ടുള്ള ബ്രാൻഡ്സിൻ്റെ ഒക്കെ ഗംഭീരമായിട്ടുള്ള ഡിസ്പ്ലേയും വളരെ ക്ലിയർ ആയിട്ടുള്ള മോക്കപ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഷോറൂമിൻ്റെ പുറത്തു നിന്നുള്ള സൈസും ഇതിൻ്റെ ഒരു ഗ്രാൻഡറൊന്നും കണ്ട് ചെറിയ ബഡ്ജറ്റിൽ ചിന്തിക്കുന്നവരൊന്നും പേടിക്കേണ്ട കാര്യമില്ല. എല്ലാ ബഡ്ജറ്റ് റേഞ്ചിലുള്ള കാര്യങ്ങളും ഇവിടെ ഉണ്ട്. മാത്രമല്ല ഇവിടെ നല്ല ഗംഭീര ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ്. 100 സ്ക്വയർ ഫീറ്റ് ഉള്ളതുണ്ട്, 1000 സ്ക്വയർ ഫീറ്റിൻ്റെ ഉണ്ട്, 2000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്, 3000 ഉണ്ട്. നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുതരാൻ ആനന്ദ് കൂടെ ഉണ്ട്. ആനന്ദിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് കാര്യങ്ങളൊക്കെ അറിയാം. ആനന്ദ് നമ്മുടെ കൂടെ ഉണ്ട്, എല്ലാ ഡീറ്റെയിൽസും ഒന്ന് പറഞ്ഞു തരണം. ഷുവർ. നമ്മുടെ കടയുടെ പേര് ചാരങ്കാട്ട് സെറാമിക്സ് എന്നാണ്. ഇത് ആക്ച്വലി ഞങ്ങൾക്ക് വേറൊരു ഫോം ഉണ്ട്, ഭാരത് ഏജൻസീസ് എന്ന് പറഞ്ഞിട്ട്. അതിന്റെ ഗ്രാൻഡ് ഫാദർ ആയിട്ട് 61 തൊട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അതെ, ഇപ്പൊ കുറച്ചുകൂടി ഈസി ആയിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ആൾക്കാർ ഹൈവേയുടെ വർക്ക് നടക്കുന്ന പാരലൽ റോഡ് ചേർത്തല അരൂക്കുറ്റി റോഡിലാണ് പോകുന്നത്. ആ അരൂക്കുറ്റി റോഡ് സ്റ്റാർട്ടിങ്ങിൻ്റെ അവിടെ നിന്ന് ഒരു 50 മീറ്റേഴ്സ് റൈറ്റ് സൈഡിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ബ്രാൻഡ്സിൻ്റെയും കമ്പനി സ്റ്റുഡിയോസാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഇന്ന് കേരളത്തിലുള്ള ലീഡിംഗ് ബിൽഡ്വെയർ ഇതിലുള്ള എല്ലാ ബ്രാൻഡ്സും അവരുടെ സ്റ്റുഡിയോ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ കാണുന്ന ഈ ബോർഡർ വരെ ഞങ്ങളുടെ ഡിസൈനുള്ളൂ. ഇതിന് അങ്ങോട്ടുള്ളത് ഇപ്പോൾ ഇത് കജേരയുടെ സ്റ്റുഡിയോ ആണ്. കജേരയുടെ ഡിസൈനും ഡിസ്പ്ലേയും ടൈൽസും ആണ് ഇങ്ങോട്ട് മൊത്തം. സെയിം വേ സിംപോളോ, ജാഗ്വാർ, ജോൺസൺ എല്ലാം അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് കസ്റ്റമറിന് ഇവിടെ വരുമ്പോൾ ഇത്രയും കമ്പനിയുടെ സ്റ്റുഡിയോ, അതായത് കാറ്റലോഗിലുള്ള ആ സാധനങ്ങൾ സച്ച് അവരുടെ ഡിസൈൻ ആൻഡ് ഡിസ്പ്ലേയിൽ ഇവിടെ കാണാം. അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് ഈ ഒരു ഏരിയ ചെയ്തിരിക്കുന്നതാണ്. ആ തീമിലാണ് പോയിരിക്കുന്നത്. ഇപ്പൊ കസ്റ്റമറിന് വൈഡ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ഇന്ന് സെലക്ട് ചെയ്യും. ഇപ്പോൾ കജേറിയ മാത്രമല്ല, ഞങ്ങളുടെ ഏറ്റവും കുറഞ്ഞ നോർമൽ പ്രീമിയം ടൈല് തൊട്ട് ഒരു 3190 കൊടുക്കാവുന്ന വിട്രിഫൈഡ് ടൈല് തൊട്ട് 4x2 സൈസിൽ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ചിലർക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മെയിൻ ഏരിയ മൊത്തം കജേരയുടെ ടൈല് ചെയ്യണം എന്നാൽ മേളിൽ വലിയ യൂസ് ഒന്നും ഇല്ല, അല്ലെ ബാത്റൂംസ് കുറഞ്ഞ വേണം, അങ്ങനെ അത്ര വൈഡ് റേഞ്ചിൽ ഓഫർ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഒന്ന് ബ്രീഫ് ചെയ്തേ, ഇത് എന്തൊക്കെയാണ്? അതായത് നോർമലി എല്ലാ കടയിലും ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ടൈലിന്റെ വില ഇട്ടിട്ട് ഒരു പരസ്യം, ഒരു ടൈലിന് ഇത്ര, പക്ഷെ 90% കേസിൽ ആ ടൈലായിരിക്കില്ല കസ്റ്റമർ അവസാനം മേടിക്കുന്നത്. അത് ചുമ്മാ ഹുക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഇത് അങ്ങനെയല്ല. ഇതൊരു വീട്ടിൽ ജനറൽ ഇന്ന് കേരളത്തിൽ വെക്കുന്ന ഒരു ഏറ്റവും ചെറിയ വീട് ഒരു 600 സ്ക്വയർ ഫീറ്റ് എങ്കിലും കാണും. ആ 600 സ്ക്വയർ ഫീറ്റ് വീട്ടിലേക്കുള്ള മൊത്തം ടൈല്, അതായത് ഫ്ലോറും വോളും അടക്കമുള്ള ടൈലും ഒരു ബാത്റൂമിലേക്ക് ക്ലോസറ്റ്, വാഷ് ബേസിൻ, അങ്ങനത്തെ ഫിറ്റിംഗ്സ്, ടവൽ റോഡ്, അങ്ങനത്തെ സാധനങ്ങളെല്ലാം അടക്കം ഒരു സെറ്റിനാണ്
നമ്മൾ 25,000 പറയുന്നത്. സെയിം വേ പിന്നെ പോയി ഒരു 1000 സ്ക്വയർ ഫീറ്റിന് ഇതാണ്. 1000 സ്ക്വയർ ഫീറ്റ് തന്നെ രണ്ട് രീതിയിൽ എടുക്കാം. വളരെ മോഡറേറ്റ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള രീതിയിൽ ചെയ്യുന്ന ഇതാണ്. അതിനകത്ത് 1000 സ്ക്വയർ ഫീറ്റ് വീടിന്റെ ടൈൽസും ഉണ്ട്, 2 ബാത്റൂമിന്റെ ഫുൾ സെറ്റ് സാധനങ്ങളുണ്ട്. അതിനാണ് 45,999 പറയുന്നത്. ഇനി കുറച്ചും കൂടെ വലുത് ഇപ്പൊ അവർക്ക് ജോൺസൺ അങ്ങനെ എന്തെങ്കിലും ബ്രാൻഡ്സ് അതാണ് ഇപ്പൊ നമ്മളിപ്പോ 2000 അല്ലെങ്കിൽ 1000-നും 2000-നും ഇടയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ വീടുകൾ ഇഷ്ടമുള്ള പോലെ എടുക്കാം. ഇത് അങ്ങനെ നമ്മളിപ്പോ ഈ 1000 തന്നെ എടുത്താലേ തരുള്ളൂ, അല്ലെങ്കിൽ ഇത്ര ടൈൽ എടുത്താൽ ഇത് ജനറലി ഈ കടയിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് ഞങ്ങൾ ഐഡിയ നമുക്ക് കിട്ടാൻ വേണ്ടി അത്രേ ഉള്ളൂ. ഇത് തന്നെ എടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഇപ്പൊ ഈ എടുക്കുന്ന കസ്റ്റമറിന് ഇപ്പൊ 800 ഉള്ളൂ എന്നാൽ 600 മേളിൽ വേണം, പുള്ളി ആ 200 ഡിഫറൻസ് മാത്രം പേ ചെയ്താൽ മതി. അതേസമയം ഇപ്പൊ 1000-ഉം 2,000 1500 ആണ്, ആ 500 ഡിഫറൻസ് പേ ചെയ്താൽ മതി. ഇത് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ, ഒരു ടൈലിന്റെ വില വെച്ചിട്ട് ഉള്ള പരിപാടിയേക്കാളും കസ്റ്റമർ ബെനിഫിഷ്യൽ ഇതാണ്. ഒരു 1000 സ്ക്വയർ ഫീറ്റ് എടുക്കാൻ വരുമ്പോൾ പുള്ളിക്ക് ഒരു മൈൻഡിലുണ്ടാവും, ഓക്കെ ഞാൻ ഈ ഒരു റേഞ്ചിലാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ആണ് ഇതിന്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. സെയിം വേ അപ് ടു 3000 സ്ക്വയർ ഫീറ്റ് വരെ നമ്മൾ ചെയ്യുന്നുണ്ട്. 3000 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമും 4 ബാത്റൂമിന്റെയും ഫുൾ സെറ്റ് ഉൾപ്പെടെ പ്രൈസ് വരെ വരുന്നത്. അതിൽ വരുമ്പോൾ 3000 സ്ക്വയർ ഫീറ്റ് എടുക്കുന്ന ഒരു കസ്റ്റമർ ജനറലി വലിയ ടൈലായിരിക്കും എടുക്കുക. അവരാരും 4x2 2x2 ഒന്നും ആയിരിക്കും. അത് വരുന്നത് നമ്മൾ 6x4 ടൈൽസ് വെച്ചിട്ടാണ് അതിനകത്ത് കോമ്പിനേഷൻസ് വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത്. എന്റെ ബഡ്ജറ്റ് ഈ ഒരു റേഞ്ച് ആണ്, അതിനനുസരിച്ച് ഉള്ള സാധനങ്ങൾ നമുക്ക് പിക്ക് ചെയ്ത് ചൂസ് ചെയ്ത് എടുക്കാം. ഇത് കജേരയുടെ സ്റ്റുഡിയോ ആണ്. കജേരയുടെ ബിഗ് സൈസ് സ്ലാബ്, അൾട്ടിമ അങ്ങനത്തെ റേഞ്ച് ആണ് അവർക്ക് ഉള്ളത്. ഇപ്പൊ കൂടുതലും വീടുകൾ പോകുന്നത് ഈ 6x4, അതായത് അറ്റ്ലീസ്റ്റ് കോമൺ ഏരിയ, അതായത് സിറ്റ് ഔട്ട്, ലിവിംഗ്, ഡൈനിങ് അങ്ങനത്തെ ഏരിയയിലേക്ക് കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന ജോയിന്റ്സ് കുറഞ്ഞിട്ടുള്ള 6x4 ടൈൽസ് ആണ്. അതിന്റെ ഫുൾ ലൈവ് റേഞ്ച് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മൊത്തം ലൈവ്. അത് ഇങ്ങനെ വന്നാലേ നമുക്കത് അതിന്റെ ലേ ഔട്ട് എങ്ങനെ വരും കസ്റ്റമറിന്. ഈ ഒരു ടൈല് ഫുൾ ലെങ്തിൽ കാണിച്ചിട്ടുണ്ട്, നമുക്ക് തൊട്ട് ഫീൽ ചെയ്യാൻ പറ്റും അതിന്റെ പാറ്റേൺ, പ്രോപ്പർ ഡിസ്പ്ലേ. അത് ലേ ചെയ്താലേ എങ്ങനെയാണ്, അത് വിരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളതിന്റെ ചെറിയൊരു ഇത് മേളിലും കൊടുത്തിട്ടുണ്ട്. അതെ, അതിന്റെ ഫുൾ റേഞ്ച് ആണ് ഇവിടെയുള്ള. അതിന്റെ വലിയ സൈസും ഉണ്ട്, 8x4 ആണ്. ഇതെല്ലാം ചെയ്തിരിക്കുന്ന 8x4ലാണ്, 8 ഫീറ്റ് ബൈ 4 ഫീറ്റിന്റെ സ്ലാബ്സ്. ഇത് രണ്ടുമാണ് ഇവർക്ക് മേജർ ആയിട്ട് വലിയ സൈസിൽ ഉള്ളത്. ഇനി ഇതിന്റെയൊക്കെ റിയൽ ഒരു മോക്കപ്പ് ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ. അതായത് 6x4 ടൈൽസ് വെച്ചിട്ട് ഒരു ലിവിംഗ് റൂം, ഒരു കോൺസെപ്റ്റ് പരിപാടിയും നമ്മൾ സാധാരണ കാണുന്നതല്ല. ബാത്റൂം മോക്കപ്സ്, കിച്ചൺ അതൊക്കെ കണ്ടിട്ടുണ്ട്. ഇതൊരു ലിവിംഗ് റൂമിന്റെ മോക്കപ്പ് അവർ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ എന്ത് ഫ്ലോർ ടൈൽ യൂസ് ചെയ്യാൻ പറ്റും, വാൾ ടൈല്, അതുപോലെ ചില പാറ്റേൺസ് ഒക്കെ കണ്ടോ. ഈവൻ TV കൺസോള് വരെ ഇതിലാണ് ചെയ്തേക്കുന്നത്, കണ്ടില്ലേ? നമ്മള് പ്ലൈയില് ഇതിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ കറക്റ്റ് ആയിട്ട് ലാമിനേറ്റിന് പകരം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള പല ഐഡിയാസ് തരുന്നുണ്ട്. അതുപോലെ ബെഡ്റൂം ചെയ്തിരിക്കുന്നതാണ്. ഇത് അങ്ങനെയാണ് ഒരു ഹോൾ, ബെഡ്റൂം, കിച്ചൺ അങ്ങനെ ഒരു കോൺസെപ്റ്റില് ഒരു റിയൽ ലൈഫ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ കസ്റ്റമർ ഇതിന്റെ അകത്ത് വരുമ്പോൾ ഒരു ഇമേഴ്സീവ് എക്സ്പീരിയൻസ് ആണ്. വീട്ടിൽ എങ്ങനെ വരും എന്നുള്ള ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആക്ച്വലി വോള്, ബെഡ്റൂമിലെ വോള് നമ്മളിങ്ങനെ സങ്കല്പിച്ചിട്ട് പോലും ഇല്ല. ഏറ്റവും അഡ്വാൻറ്റേജ് എനിക്ക് ക്ലീനിങ് എളുപ്പമായിരിക്കും. അത് പിന്നെ ഒരു മെയിൻ്റനൻസ് ഒന്നും ഇല്ലാതെ അങ്ങനെ ചെയ്യാൻ പറ്റും. ഇത് വുഡൻ പാനൽസ് ആണ്, അതായത് പ്ലാങ്ക് സൈസിൽ വരുന്ന കജേരയുടെ വുഡൻ ടൈൽസ് ആണ്. അതായത് നോർമൽ 4x2-നേക്കാളും കുറച്ചുകൂടെ ഒറിജിനാലിറ്റി വരുന്ന ചെറിയ പീസസ് ലേ ചെയ്യുമ്പോഴായിരിക്കും. അതും ഇങ്ങനെ ഈ സിക്സാഗ് ആയിട്ടായിരിക്കും നമ്മൾ ലേ ചെയ്യുന്നത്. അപ്പോഴാണ് അതിന്റെ ഒരു കറക്റ്റ് ഫീല് വരുന്നത്. മറ്റേത് റെപ്പിറ്റേറ്റീവ് ആയിരിക്കും, ഇത് അങ്ങനെ തോന്നുന്നില്ല. ഇതൊരു കിച്ചൺ കോൺസെപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോ ആക്ച്വലി നമ്മൾ അവിടെ കണ്ടൊരു ടൈലാ. അത് ഇങ്ങനെ ചെയ്തു വരുമ്പോഴാണ് ഇതിന്റെ ഒരു കസ്റ്റമറിന് കറക്റ്റ് ഔട്ട്പുട്ട് മനസ്സിലാവുന്നത്. 6000 സ്ക്വയർ ഫീറ്റിന്റെ ആണ്. ഇങ്ങനെയുള്ള മോക്കപ്സ് ആണ് നമ്മൾ ഉദ്ദേശിച്ചത്. വാഷ് കൗണ്ടറിന്റെ ഇതായാലും ഇങ്ങോട്ടൊക്കെ നോക്കി ഒരുപാട് ഐഡിയാസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ആയാലും നമ്മൾ അങ്ങനെ ഒരു സ്പേസ് കൺസ്ട്രക്ഷനിൽ അങ്ങനെ ചെയ്തിട്ട് അതിനെ ക്ലാഡ് ചെയ്ത് ടൈല് വെച്ച് ക്ലാഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഐഡിയാസേ നമ്മളിപ്പോ 3D ലേഔട്ടിൽ നോർമലി നമ്മൾ കാണുന്നതല്ലാതെ നമ്മൾ ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടേതായിട്ടുള്ള ഇൻപുട്സും കൂടി ഇട്ട് ഒരു ഇന്റീരിയർ ഡിസൈനർ ഇല്ല, അല്ല സ്വന്തമായിട്ട് വീട് വെക്കുന്ന, അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇവിടെ കൂടുതലും കസ്റ്റമേഴ്സ് ഇതുവരെ വരുന്നത്. അവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് എങ്ങനെ ലേ ഔട്ട് ചെയ്ത്, ഇപ്പൊ നമുക്ക് ഇത് രണ്ടാമത് ചെയ്യാൻ പറ്റുന്ന പരിപാടിയല്ല, മേടിച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ വൺസ് ആൻഡ് ഫോർ ഓൾ. അപ്പൊ ഇത് ആദ്യം കാണുമ്പോൾ ഓക്കെ ഇത് ഇങ്ങനെ തന്നെ വരും എന്നൊരു ഐഡിയ അവർക്ക് കിട്ടും. ഇനി ഇതിന്റെ അകത്തുള്ള കോൺസെപ്റ്റ്സ് ഇതേപോലെ വേണം എന്ന് പറയുന്നവരുണ്ട്. ഇപ്പൊ ലെഡ്ജ് വാളിന് ഇങ്ങനെ വേണം, മറ്റേത് ഗ്ലോസ് ചെയ്ത് മാറ്റ് അങ്ങനത്തെ കോമ്പിനേഷൻ വേണം എന്നൊക്കെ അവര് ബാക്ക് സ്പ്ലാഷിൽ ഈ പാറ്റേൺ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഐഡിയ ഒന്നും എല്ലാവർക്കും കാണൂല. ഇവിടെ വന്ന് കാണുമ്പോൾ ഇത് ത്രൂ ഔട്ട് ആ വലിയ ടൈല് പോയിന്റ് ഒരു ഫീൽ ആണ് അല്ലേ? അതെ, ഇത് 8x4 ആണ്. ഇപ്പൊ ജനറലി 6x4 ആണ് ഏറ്റവും ട്രെൻഡിങ് സൈസ്. പണ്ട് 4x2 ആയിരുന്നു, ഇപ്പൊ അത് 6x4 ആയി. 6x4 ആണ് ഇപ്പൊ ബൈ ഡിഫോൾട്ട് കോമൺ ആയിട്ട് പോകുന്നത്. അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ സിറ്റ് ഔട്ടും ഹോളും എങ്കിലും 6x4 ആയിരിക്കും. ബെഡ്റൂംസ് ഒക്കെ നമുക്ക് 4x2 ഇതിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഏരിയ ഒക്കെ കണ്ടോ, ടേബിൾ ടോപ്പ് സ്റ്റൈലിൽ വെച്ചേക്കുന്ന കൗണ്ടേഴ്സ്, ഐ മീൻ വാഷ് കൗണ്ടർ ഒക്കെയാണ്. പക്ഷെ അതൊക്കെ ആയാലും ത്രൂ ഔട്ട് എവിടും ലാമിനേറ്റിന്റെ ഒന്നും കാര്യമേ ഇല്ല. ഇത് വെച്ച് തന്നെ ഈസി ആയിട്ട് ടൈല് വെച്ച് ക്ലാഡ് ചെയ്ത് ചെയ്തിരിക്കുന്നതാണ്. ഈ കളേഴ്സ് ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഈ ഒരു കളർ കോമ്പിനേഷൻ ഒക്കെ ഇങ്ങനെയുള്ള ഒരുപാട് ഐഡിയാസ് ആണ് ഇവിടെ ഉള്ളത്. ഇതെല്ലാം ഇങ്ങനെ മോക്കപ്സ് തന്നെ വെച്ചേക്കാണ്. അതെ, ഫുൾ മോക്കപ്സ് ആണ്. ഇപ്പൊ കസ്റ്റമറിന് ഒന്ന് മിക്സ് കളർ കോമ്പിനേഷൻ ഒക്കെ ചെയ്ത് നോക്കണമെങ്കിൽ ആ വലിയ പീസ് എടുത്തുകൊണ്ട് വരാതെ
ഇത് വെച്ച് തന്നെ അവർക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് നോക്കാം. എല്ലാത്തിന്റെ കട്ട് പീസ് അതെ മോക്കപ്പ് ചെയ്യാത്ത എന്തെങ്കിലും കോമ്പിനേഷൻ ഉണ്ടെങ്കിലും ഇവിടുന്ന് കട്ട് പീസ് വെച്ച് ചെയ്ത് ഒരു മൊറോക്കൺ പോലത്തെ പാറ്റേൺ ഒക്കെ വെച്ച് എളുപ്പം ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. അവർക്ക് 4DX എന്ന് പറഞ്ഞ സീരീസ്, അതായത് ഒരു ഡിസൈൻ തന്നെ പല മൾട്ടിപ്പിൾ സൈസസും ഫിനിഷസിലും വരുന്നതാണ്. ഗ്ലോസി കിട്ടും, സെയിം മാറ്റ് കിട്ടും, കാർവിംഗ്, അതുപോലെ ഇങ്ങനത്തെ ഈ ടെക്സ്റ്റേർഡ് പാറ്റേൺ, ഇതിന്റെ സർഫസിലെ ടെക്സ്റ്റർ ഇതൊരൊറ്റ ടൈലിലാണ് ഇത് മൊത്തം വരുന്നത്. 4 ഡിഫറെന്റ് ഇതില്. അതാണ് 4DX. അതെ അതെ അതെ. നോർമൽ ബാത്റൂംസിന്റെ മോക്കപ്സ് വരുന്നതാണ്. ഇപ്പൊ ഈ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കണം. ഇപ്പൊ ഈ ഒരു മോക്കപ്പ് എന്ന് പറഞ്ഞാൽ ഇത് കസ്റ്റമറിന് ഒരു ഇമ്മേഴ്സീവ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പൊ ഈ 2 ടൈലാ ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടും കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും വലുതായിട്ട് ഒരു അട്രാക്റ്റീവ് ആയിട്ട് തോന്നിക്കത്തില്ല. പക്ഷേ ഇത് നോക്കി ഇങ്ങോട്ട് നോക്കുമ്പോഴാണ് അതിനകത്ത് അതിന്റെ ഫൈനൽ ഔട്ട് ഫ്ലോർ കളറും അതിന് വേണ്ട ചെറിയ ഇൻഡോർ പ്ലാന്റ്സും ഒക്കെ വെച്ച്, കാരണം അവർ മൊത്തത്തിൽ കാണിച്ചു തരുന്നുണ്ടല്ലോ ഏത് ടൈപ്പ് ഹാൻഡ് വാഷിന്റെ മെറ്റീരിയൽ വെക്കണം, ബാക്ക് സ്പ്ലാഷ് യൂസ് ചെയ്യണം, അതൊക്കെയാണ് ആ ഒരു സെറ്റിങ്ങിലാണ്. അപ്പം സെറ്റിങ്ങിന്റെ ഒരു ആവശ്യം ഇപ്പോഴാണ് മനസ്സിലായത്. അതെ, അപ്പൊ കസ്റ്റമേഴ്സിന് ഇപ്പൊ ഇത് കണ്ടാൽ ചിലപ്പോൾ ഡിസൈഡ്, ഇപ്പൊ ഒരു ആർക്കിടെക്ടിന് ഇന്റീരിയർ ഡിസൈനിന്റെ ആവശ്യമില്ല, പുള്ളിക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും. ഒരു നോർമൽ കസ്റ്റമറിന് ഇത് ചെയ്ത് വന്നാൽ എന്താണ് ഫൈനൽ ഔട്ട് എന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഇതിന്റെ ഹോൾ USP. ഇത് 8x4 കജേരിയുടെ ഡിസൈൻസ് വരുന്നതാണ്. ഇത് കറക്റ്റ് ആ മാർബിളിന്റെ ഡിസൈൻ അതേപോലെ ഇംപേഴ്സണേറ്റ് ചെയ്തിരിക്കും. വലിയ സ്ലാബ് ആയതുകൊണ്ട് തന്നെ ആ മാർബിളിന്റെ ഫീൽ അത്രയും കിട്ടും. കണ്ടോ സൈസ് നിങ്ങൾക്ക് ഇപ്പം ഞാനിവിടെ നിൽക്കുമ്പോൾ അറിയാമല്ലോ ആ ഒരു സൈസ് എന്താണെന്നുള്ളത്. അതെ, ഈ ഒരു ക്രാക്സിന്റെ ആ ഒരു പാറ്റേൺ ഒക്കെ ഇതൊക്കെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യാൻ ഹൈലൈറ്ററായിട്ട് നന്നായിട്ട് പോകുന്ന ഡിസൈനാണ് അത്. കജേരിയുടെ വിട്രോ എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിൽ വരുന്ന ടൈൽസ് ആണ്. വേറൊരു സെഗ്മെന്റ് ആണ് അവരുടെ. ഇതിൽ കൂടുതലും ഈ 15mm ഫുൾ ബോഡി സ്ലാബ്സ്, അങ്ങനത്തെ കൂടുതലും കിച്ചൺ കൗണ്ടർ ടോപ്സ്, അല്ലെങ്കിൽ സിറ്റ് ഔട്ടിന്റെ സ്ലാബ്, ബെഞ്ച് സ്ലാബ്, അതിനൊക്കെ പോകുന്ന ഐറ്റംസ് ആണ് ഇതിൽ വരുന്നത്. ഇതൊക്കെ ഫുൾ ബോഡി 15mm, 8 feet ഹൈറ്റ്, 80 centimeter ആണ് വീതി വരുന്നത്. ഇത്ര ഹൈ ട്രാഫിക് ഏരിയയിൽ നമുക്ക് ഫുൾ ബോഡി ടൈല് ധൈര്യമായിട്ട് ഇടാം. ബിക്കോസ് അത് ഫുൾ ഡെപ്തും ആ നമ്മൾ മേളിൽ കാണുന്ന സാധനം തന്നെയാണ് വരുന്നത്. അതാണ് അതിന്റെ ഒരു മെച്ചം. ഇങ്ങനത്തെ സാധനങ്ങൾ പെർട്ടിക്കുലർലി നമ്മൾ ഈ സ്ലാബ് ഏരിയ അല്ലെങ്കിൽ ജനറൽ ഫ്ലോർ ആയിട്ട് യൂസ് ചെയ്യാം. ബട്ട് ഇറ്റ്സ് മോർ എക്സ്പെൻസീവ് സാധാരണ ടൈലിനേക്കാൾ. അതുകൊണ്ടാണ് നമ്മൾ സ്ലാബ്സിലേക്ക് ഇത് ചെയ്യുന്നത്. ഈ വിട്രിഫൈഡ് ടൈലാണ് ഇതൊന്നുമില്ല. പ്രത്യേകിച്ച് നമ്മൾ ഈ വൈറ്റ് കളേഴ്സ് എടുക്കുമ്പോൾ അത് കജേരിയുടെ ഒരു വൈറ്റ് ആണ്. അതിന്റെ പേര് നാനോ വൈറ്റ് എന്നാണ്. ഇതിൽ എന്ത് കറ വീണാലും എന്ത് സ്ക്രാച്ച് ആയാലും ഒന്നും സംഭവിക്കാത്ത ടൈലാണത്. നാനോ സൂപ്പർ വൈറ്റ് എന്ന് പറഞ്ഞൊരു മോഡലാണ്. അതെ, അതിന്റെ സെയിം ബ്ലാക്ക് ആണിത്. മിറർ പോലെ തന്നെ അത്രയും റിഫ്ലക്ഷൻ ഉള്ള ബ്ലാക്ക് ആണ്. ഇതൊക്കെ പിന്നെ എങ്ങനെ നിങ്ങൾ അതും ഉണ്ടോ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? നമ്മൾ കസ്റ്റമേഴ്സ് ഉണ്ട്. ഞങ്ങൾക്ക് ഒരു 10-15 സെറ്റ് ഓഫ് ആൾക്കാർ അങ്ങനെയുണ്ട്. ഞങ്ങൾ അവരെ സൈറ്റിൽ വിട്ട്, ഇതിൽ ഞങ്ങൾക്ക് അങ്ങനെ വരുന്നത് ഗൾഫിലൊക്കെ ഉള്ള കസ്റ്റമേഴ്സ് നാട്ടിൽ വീട് വെക്കുമ്പോൾ അവർക്ക് അത്ര ചെയ്യിപ്പിക്കാൻ പറ്റാത്ത. അതെ, അപ്പൊ നമ്മൾ പല ഓപ്ഷൻസ് കൊടുക്കും. ഞങ്ങൾക്ക് ഒരാളെന്നല്ല, ഞങ്ങളുടെ കയ്യിലുള്ള ഈ പറഞ്ഞ പോലെ സ്കിൽഡ് ഒരു ഇത്രയും സെറ്റ് ആൾക്കാരുണ്ട്. അവരെല്ലാവരും ചെന്ന് കൊട്ടേഷൻ കൊടുക്കും. കസ്റ്റമറിന് ആരാണോ ഫീസിബിൾ അവരുടെ പഴയ വർക്കും കൂടെ കണ്ടിട്ട് കൊടുക്കാം. ഇത് അതേപോലെ കജേരിയുടെ വേറൊരു ഇതാണ്. അതായത് ഈ ലെതർ ഫിനിഷ് ഗ്രാനൈറ്റ് ഒക്കെ ഇല്ലേ, അതിന്റെ ടെക്സ്ചറിൽ വരുന്ന 15mm 6x4 സ്ലാബ്സ് ആണ്. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, ഇത് വെയിലും മഴയുള്ള എവിടെ വേണമെങ്കിൽ കിട്ടോ, ഫുൾ വിട്രിഫൈഡ്. അതിൽ ഈ പറഞ്ഞ 3 കളേഴ്സ് ആണ്, ബ്രൗൺ, ഗ്രേ ആൻഡ് ബ്ലാക്ക്. അടുത്ത സിംബോളോ കാണാം. ഇന്ന് നമ്മൾ ചെയ്യുന്ന മിക്ക വീടുകളിലും ഏറ്റവും കൂടുതൽ ആൾക്കാര് അതെന്താ അത് ചൂസ് ചെയ്യുന്നത്? ഇവരുടെ ഡിസൈൻ ലാംഗ്വേജ് കുറച്ച് ഡിഫറെന്റ് ആണ്. അതായത് നമ്മൾ നോർമൽ മറ്റ് കമ്പനീസിൽ കാണുന്നതിനേക്കാൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് സിംബോളിൽ വരുന്നത്. കുറച്ചും കൂടെ ഒരു വെസ്റ്റേൺ ഒരു സ്റ്റൈൽ ആണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ കജേരി ജോൺസണിലൊക്കെ കണ്ടുവരുന്നതിനേക്കാൾ ഡിഫറെന്റ് ആണ്. എന്നാൽ ഇവർക്ക് അതുപോലത്തെ പ്രോഡക്ട്സ് ഇല്ലതാണ്. പക്ഷെ ഇവരുടെ നല്ല ഡിസൈൻസ് എല്ലാം കുറച്ച് ഡിഫറെന്റ്. അത് വേറെ ബ്രാൻഡ്സിന് അധികം കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ ഇതൊക്കെ ആയാലും എന്താ ടെക്സ്ചർ സീരീസ്, ഇതൊക്കെ സിംബോളയുടെ പരിപാടികൾ തന്നെയാണ്. ഇങ്ങനത്തെ കുറെ കണ്ടിട്ടുണ്ട് നമ്മൾ മിക്ക ഇപ്പോഴത്തെ വീടുകളിലും. നല്ല രസമുള്ള സാധനങ്ങളൊക്കെ അല്ലേ. ഇവർക്ക് ഒരുപാട് ഇന്നോവേറ്റീവ് പ്രോഡക്ട്സ് ഇപ്പുറത്തും ഉണ്ട്. ഇത് കണ്ടോ, ആ ചിസല് ചെയ്തേക്കുന്ന ഫിനിഷ് പോലെ തന്നെ ഇതിൽ വരുന്നുണ്ട്. നമ്മൾ ഒരു കല്ലിൽ എന്താണോ വരുന്നത് ആ പാറ്റേൺസ് ഒക്കെ നമുക്ക് ഇതിലും ഇതിപ്പോ അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഇത് വരുന്ന സ്പെക്ട്ര എന്ന് പറഞ്ഞ സീരീസ്. ഒരു സീരീസിൽ തന്നെ ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ്. അത് മാത്രമല്ല പല സൈസസ്, വലിയ സ്ലാബ് തൊട്ട്, അതായത് 9 feet അടുപ്പിച്ചുള്ള സ്ലാബ് 8x4, 6x4, 4x4, 4x2 തൊട്ട് ഇങ്ങനത്തെ ഈ ടൈനി ടൈലുണ്ട്. ഇതുവരെ ഒരേ കളേഴ്സിൽ കിട്ടും. അപ്പൊ ഇതിൽ നിന്നും ആൾക്കാർക്ക് n നമ്പർ ഓഫ് ബാത്റൂം കോമ്പിനേഷൻസ് അങ്ങനെ അതിന്റെ ഒരു സാമ്പിൾ ആണ് അതിൽ കാണിച്ചിരിക്കുന്നത്. 2 ടൈൽസ് വെച്ച് വലിയ സ്ലാബും ചെറുതും കൊണ്ട് മിക്സ് ചെയ്തിരിക്കുന്നതാണ്. കറക്റ്റ് ലാമിനേറ്റ് എന്ന് പറയുന്നത്. അത് 15mm തിക്നെസ് ഉള്ള ഇവരുടെ വെനീറ്റോ എന്ന് പറയുന്ന ഒരു സീരീസിൽ വരുന്ന ഒരു ടൈല് വെച്ചിട്ട് ഈ കൊടുത്തേക്കുന്ന ഇതുമായിട്ട് സിമിലർ തന്നെയാണ്. ഇത് ആ ടൈലിന്റെ ഇത് അവരെ കാറ്റലോഗിൽ ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് ആ ടൈല്. ഇത് ഗ്രൂവ് ചെയ്തിരിക്കുന്നതാണ്. പാറ്റേൺസ് ഒക്കെ വന്നിട്ട് വളരെ, അതും ഇത് എഡ്ജ് ഒക്കെ ഒരു കറക്റ്റ് അല്ലേ ചെയ്തിരിക്കുന്നത് തിക്നെസ് ഉണ്ടെന്ന് പറയുന്നത്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് അങ്ങനെ കാണാം.
ഇങ്ങനെയുള്ള ഇതാണ് നമ്മൾ ഈ കണ്ട ടൈനി ടൈല് വെച്ച് ചെയ്തിരിക്കുന്നതാണ്. സ്പെക്ട്രയിൽ തന്നെ വരുന്നതാണ്. രസമുണ്ട്. ആ പ്ലാന്റർ ബോക്സ് പോലുള്ള ചെറിയ ചെറിയ സ്പേസ് വേണം ഹൈലൈറ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ കിച്ചൺ വാൾസ് ഇല്ലേ, അതെല്ലാം ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യാനൊക്കെയാണ് ഈ സ്പെക്ട്രയുടെ ടൈനി ടൈൽസ്. ബാക്ക് സ്പ്ലാഷ് യൂസ് ചെയ്യാനൊക്കെ ഈ സൈഡിൽ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഈ കൊടുത്തേക്കുന്ന കളർ പാറ്റേൺ നോക്കിയേ. ഇതും ഇങ്ങനെയുള്ള കുറേ പരിപാടികൾ ഇവിടെ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട്. പെബിളിന്റെ ഒക്കെ സീരീസ് പോലത്തെ അത് ഫുൾ ബോഡിയിൽ വരുന്ന അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു കളക്ഷൻ അൽക്കീമിയ എന്ന് പറഞ്ഞിട്ട് ഒരു കളക്ഷനിൽ വരുന്ന ഡിസൈൻസ് ആണ്. അത് നമ്മളിവിടെ മോക്കപ്പ് വേറെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കറക്റ്റ് ആ ഔട്ട്ഡോർ സിറ്റ് ഔട്ട് ഏരിയയിലൊക്കെ കൊടുക്കാൻ പറ്റിയതാണ് അല്ലേ? അതെ. കിച്ചൺ സ്ലാബിന്റെ സീരീസ് ആണ് ഇത് വരുന്നത്. അതായത് നോർമലി നമ്മൾ കാണുന്ന ഗ്രാനൈറ്റും അല്ലെങ്കിൽ എന്താ പറയുക 15mm നോർമൽ പോളിഷ് സ്റ്റൈലൊക്കെ വിട്ടിട്ട് ഇവർക്ക് കുറെ യുണീക്ക് ഫിനിഷസ് സിംബോളൊക്കെ ഉണ്ട് ഈ സ്ലാബിന്. ഇതെല്ലാം സ്റ്റെയിൻ ആൻഡ് സ്ക്രാച്ച് റെസിസ്റ്റന്റ് ആയിട്ട് വരുന്ന പോഷ് പ്ലസ് എന്ന് പറഞ്ഞൊരു സർഫസിൽ വരുന്നതാണ്. പോഷ് പ്ലസ് അതെ. അതതിന്റെ ഫിനിഷിന്റെ പേരാണ്. അതിന്റെ എൻഡ്ലെസ് ഒരു ഡിസൈൻ ഇവർക്ക് ഉണ്ട്. അതിന്റെ സാമ്പിൾസ് ആണ് ഈ ഉള്ളത്. വുഡൻ ഫിനിഷിലും നമുക്ക് ഈ സ്ലാബ് കിച്ചൺ സ്ലാബ് ചെയ്യാവുന്നതാണ്. ഈ സാമ്പിളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എങ്ങനെ ഇരിക്കുന്നുള്ള. കൗണ്ടർ ടോപ്പ് ഇരിക്കുന്നുണ്ടോ 15mm തിക്നെസ്. ഇതിന്റെ ആ ഒരു പാറ്റേൺ ഒക്കെ കണ്ടോ. ചില വീടുകളിലും പറഞ്ഞിട്ടുണ്ട് പാറ്റേൺ കണ്ടുകഴിഞ്ഞറിയാം ഒരു ശകലം മാറ്റ് പോലാണ് തോന്നിക്കുന്നത്, പക്ഷെ സ്റ്റെയിൻ ഒന്നും പിടിക്കില്ല. ഇല്ല മേളിൽ കാണുന്നതാണ്. അത് കണ്ടോ, അതിന്റെ ബ്യൂട്ടി നോക്കിയേ. ഫ്ലോലെസ് ആയിട്ട് കിടക്കുന്നു. ഭയങ്കര ഒരു പ്രീമിയം ഫീല് തോന്നിക്കുന്നത്. സ്ക്രാച്ച് റെസിസ്റ്റന്റ് ആണ്, ലിക്വിഡ് റെപ്പലന്റ് ആണ്. അതായത് നമുക്ക് എന്തെങ്കിലും കറ വീണാൽ പോലും ചേമ്പിലയിൽ കിടക്കുന്ന പോലെയേ ഉള്ളൂ. ഇത് വലിക്കില്ല. വിട്രിഫൈഡ് ആണ്, ഇതൊന്നും അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ഗ്രാനൈറ്റ് ട്രഡീഷണലി കാണുന്ന ഗ്രാനൈറ്റ് എല്ലാം മാറി കുറേ ഡിഫറൻസ്, പല കളേഴ്സ്, പല ടെക്സ്ചേഴ്സ് ഒക്കെ ഇതിൽ കൊടുക്കാൻ പറ്റും. എല്ലാവരുടെയും പേടി ഇതിൽ ഡൗട്ട് ഈ പറഞ്ഞ അഴുക്ക് പിടിച്ചിരിക്കുവോ ഗ്ലോസ് ചെയ്യാതെ. അതിനുള്ള ഇതാണ്. ഇത് ഈ സാധനത്തിന് ഒന്നും അബ്സോർബ് ചെയ്യാനുള്ള ചെയ്യത്തില്ല. കാരണം ഈ എല്ലാരും ഈ മാറ്റ് ആയതുകൊണ്ടാ പേടിക്കുന്നത്. അതെ. ഇവർക്ക് ഗ്ലോസി ചെയ്തുകൊണ്ട് കേട്ടോ. ഗ്ലോസി നോർമൽ എല്ലാവർക്കും ഉള്ള സാധനങ്ങളുണ്ട്. ഇതാണ് അവരുടെ ഹൈലൈറ്റ് പ്രോഡക്റ്റ്. പുതിയ ഒരു കളക്ഷൻ ഉണ്ട്, റിക്കോ 2.0 എന്ന് പറഞ്ഞു വരുന്ന. ഇതിപ്പോ ശ്രദ്ധിച്ചാൽ കാണാം, അതിന്റെ അകത്ത് ആ ഒരു ഗ്ലിറ്റർ വരുന്നത് രണ്ട് മാറ്റിൽ തന്നെ അതിന്റെ ജോയിൻസ് ഒരു ഗ്ലിറ്റർ വരുന്ന ഒരു ഇതാണ്. എന്നാൽ സർഫസ് വളരെ പ്ലെയിൻ ആണ്. അത് നമ്മൾ അടുത്ത് വന്ന് നോക്കുമ്പോഴേ നമുക്ക് ലൈറ്റ് റിഫ്ലക്ഷൻ ആ ഒരു ഇത് കിട്ടുള്ളൂ. ഇതൊക്കെ അവരുടെ യുണീക്ക് ഒരു പ്രോഡക്റ്റ് റേഞ്ചിലുള്ളതാണ്. ഇതിന്റെ വേറെ ഡിസൈൻ ആണ് ഈ വന്നിരിക്കുന്നത്. ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ സൈസസിൽ അവൈലബിൾ ആയിരിക്കും. അതായത് ഇതിൽ എഴുതിയിട്ടുണ്ട് 8x4 വലുതുണ്ട്, 8x4 ഉണ്ട്, 6x4 ഉണ്ട്. അപ്പൊ നമുക്ക് സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹാളിലെ സിറ്റ് ഔട്ട് ഏരിയയിൽ വലിയ സ്ലാബ് ഇട്ടിട്ട് റൂംസ് അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ചേർത്ത് വേണമെങ്കിൽ സെയിം ഡിസൈൻ മൾട്ടിപ്പിൾ സൈസിൽ അവൈലബിൾ ആയിരിക്കും. കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്യാൻ കോസ്റ്റ് കുറയുകയും ചെയ്യും. സൈസ് ചെറുതാകും തോറും വില കുറഞ്ഞും വരും. അങ്ങനെ ഇതൊക്കെ കൂടുതലും ജോയിന്റ് ഫ്രീ ആയിട്ട് തന്നെ ആയിരിക്കും ഇടുന്നത്. നമ്മൾ ജോയിന്റ് ഫ്രീ അങ്ങനെ റെക്കമെൻഡ് ചെയ്യാറില്ല. എപ്പോഴും ടൈല് സ്പേസർ വെച്ച് അതിനുള്ള എക്സ്പാൻഷൻ ഉള്ള ഒരു ഗ്യാപ്പ് കൊടുത്ത് വേണം തന്നെ നമ്മൾ ചെയ്തു പോവാൻ. അതെ. അതായത് ടൈൽ ഇപ്പൊ പല സ്ഥലങ്ങളിലും ഈ വീഡിയോ കാണുന്നവർക്ക് തന്നെ അറിയായിരിക്കും ടൈല് പൊങ്ങി അങ്ങനെയൊക്കെ. ഇതിന്റെ കാര്യം എന്ന് വെച്ചാൽ ടൈലിന് തീരെ അതിനെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു ജോയിന്റ് ഗ്യാപ്പ് ഇല്ലാതെ ജോയിന്റ് ഫ്രീ ആയിട്ട് വിരിച്ചു പോകുന്നതന്നെയാണ്. അപ്പൊ ഫസ്റ്റ് ഫ്ലോറിൽ വരുമ്പോൾ ചൂട് കൂടുന്ന വെച്ചാൽ ടൈല് എക്സ്പാൻഡ് ചെയ്യും. അതിന്റെ അടിയിൽ എയർ ഗ്യാപ്പ് കാരണം ഇത് മേലോട്ട് പൊട്ടിത്തെറിച്ച് വരുന്നതാണ്. എപ്പോഴും നമ്മൾ ടൈൽ അഡ്ഹസീവിൽ വിരിക്കാൻ ശ്രദ്ധിക്കുക. അതാണ് വിട്രിഫൈഡ് ടൈൽ ഒന്നും വെള്ളം വലിക്കില്ല. സിമെന്റുമായിട്ട് ബോണ്ടിങ് വളരെ വീക്കാണ്. ടൈൽ ഒട്ടിക്കുന്ന പശയുണ്ട്. ഓരോ ഗ്രേഡ് ടൈലിന് ഓരോ സൈസ് അനുസരിച്ചും പശയുണ്ട്. ആ പശ വെച്ച് തന്നെ ഒട്ടിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ സ്പേസർ ഇട്ട് അതിനുള്ള എക്സ്പാൻഷൻ ഗ്യാപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് വൺ ടൈം ഇതാണ്. പിന്നെ ഇത് എല്ലാ ടൈലിനും എക്സ്പാൻഷൻ ആണ്. എന്ത് മെറ്റീരിയൽ ചൂടാക്കിയാലും ജനറലി അത് വലുതാകുന്ന ഒരു എക്സ്പാൻഡ് ആകുന്ന ആ ഒരു ഗ്യാപ്പ് എല്ലാത്തിനും കൊടുക്കണം എന്നുള്ളതാണ്. വലിയ സൈസുകൾ വരുമ്പോൾ 100% നമ്മൾ അത്ര ഇൻവെസ്റ്റ്മെന്റും കൂടെ അതിൽ ചെയ്യുന്നതാണല്ലോ. അപ്പൊ ചിലടത്ത് ജോയിന്റ് ഫ്രീ ആയിട്ട് ഇട്ടേക്കുന്നത് അത് അവരുടെ ഒരു ഭാഗ്യത്തിൽ ഇങ്ങനെ കിടക്കുന്നതാണ്. നമ്മൾ ആരും റെക്കമെൻഡ് ചെയ്യാറില്ല. ഇനിയും എന്നെന്നും നിലനിൽക്കുന്ന ഒരിക്കലും ഫാഷൻ ഔട്ട് ആവാത്ത എന്നാൽ കുറച്ച് പ്രീമിയം ആയിട്ടുള്ള മെറ്റീരിയൽസ് അല്ലേ? അതാണ് കോട്സിൽ വരുന്ന കോട്സിന്റെ ഒരു വലിയ കളക്ഷൻ നമുക്ക് ഇവിടെ ഉണ്ട്. ഇതെല്ലാം സാമ്പിൾ പീസ് വെച്ചേക്കല്ലേ? അതെ. വലിയ സ്ലാബ്സ് ആണ് വരുന്നത്. അത് നമുക്ക് കട്ട് ചെയ്ത് കസ്റ്റമറിന്റെ സൈസിൽ കൊടുക്കാൻ പറ്റും. ലെങ്ത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. വീതി കസ്റ്റമർ പറയുന്ന രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. തിക്നെസ്സും കോൺസ്റ്റന്റ് ആണ്. ഈ ഒരു തിക്നെസ്സിലാണ് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഈ കളറൊക്കെ കണ്ടോ? ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഒനിക്സ് പോലെ ഇങ്ങനെ ഒരു കളർ ഇത് കണ്ടു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ആണെന്നേ പറയുള്ളൂ. കണ്ടു കഴിഞ്ഞാൽ ഈ സ്പാർക്കിൾ ഈ ഒരു ഗ്ലിറ്റർ ഷൈനിങ് ഒക്കെ ആയാലും എല്ലാം ഒരു ആർട്ടിഫിഷ്യൽ ഫീൽ ആണുള്ളത്. കിച്ചൺ മോസ്റ്റ്ലി ഇതിനാണ്. കിച്ചൺ കൗണ്ടർ ടോപ്സിന് തന്നെയാണ്. അല്ലെങ്കിൽ ബാത്റൂം വാഷ് ബേസിന്റെ ബേസ് അങ്ങനത്തെ കൗണ്ടർ ടോപ്സിനാണ് ഇത് എപ്പോഴും പോകുന്നത്. അതെ. സ്പെക്റ്റയുടെ ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. സ്പെക്റ്റ കോട്സ്. അതെ. അവര് വൺ ഓഫ് ദി ലീഡിംഗ് ആണ് ഈ കോട്സ് ഇൻഡസ്ട്രിയിൽ. ഈ ഒരു പാറ്റേൺ കണ്ടോ? എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയേ. അത് നോർമലിന് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ഉള്ള ഇതാണ് കോട്സിൽ കൂടുതലും ഉണ്ടാവും. ഇത് നമുക്ക് ടൈലിലോ ഗ്രാനൈറ്റിലോ എന്തായാലും ഇങ്ങനത്തെ സർഫസും ഇങ്ങനത്തെ കളേഴ്സും ഉണ്ടായിരിക്കില്ല. അപ്പൊ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലോട്ട് വന്നു. ജോൺസൺ കമ്പനിയുടെ ഷോറൂമാണ് ഇത്. റോയാൽ എന്ന് പറഞ്ഞ കാറ്റഗറി വരുന്ന ഇത് കേരളത്തിലെ ഫസ്റ്റ് ഷോറൂമാണ് റോയാൽ. ഇതിൽ ഇന്ത്യയിലെ തേർഡ് ആണ്. അവരുടെ ഫുൾ റേഞ്ച് ഇതിന്റെ അകത്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കാണാം. ഇത് അവരുടെ തേർഡ് ഫയർ എന്ന് പറഞ്ഞ സീരീസിൽ വരുന്ന ടൈലാണ്. അത് ഹൈലൈറ്റ് ചെയ്യാനൊക്കെയാണ് കൂടുതലും
പോകുന്നത്. അതിന്റെ സർഫസ് തന്നെ ഇത് ചെയ്താൽ ഒരു ഗ്ലിറ്റർ അതിൽ. അതെ അതെ അതെ. അത് നോർമൽ ഒരു ഇപ്പൊ അവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നോർമൽ ഒരു ബാത്റൂം ടൈലിന്റെ കൂടെ ഇത് വരുമ്പോൾ ഇതിന്റെ ആ ഒരു അപ്പീല് കംപ്ലീറ്റ്ലി മാറും. ഒരു ബ്ലെൻഡ് കിട്ടും. അതെ അതെ. ഇത് നോർമൽ ടൈലാണ്. സാധാരണ ജോൺസന്റെ ഒരു ടൈലിന്റെ കൂട്ടത്തിൽ ഈ തേർഡ് ഫെയറിന്റെ നമ്മൾ ഒരു ലെഡ്ജ് വാളിലോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഏരിയ മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ ഒരു 6 8 പീസേ നമ്മളൊരു ബാത്റൂമിൽ യൂസ് ചെയ്യുള്ളൂ. ഇതിപ്പോ അങ്ങനെ ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഒരു ബാത്റൂം, ഒരു ബെഡ്റൂം, ലിവിംഗ് റൂം, കിച്ചൺ കോൺസെപ്റ്റ് ആണെങ്കിൽ അടിപൊളിയായിട്ടുണ്ട്. ഈ ഒരു രീതി സെറ്റ് ചെയ്തേക്കുന്ന ബെഡ്റൂം ഒക്കെ ഇങ്ങനെ ആക്കാമെന്ന് നമ്മുടെ സ്വപ്നത്തിൽ പോലും ചിലപ്പോൾ ചിന്തിക്കാത്ത രീതിയിലൊക്കെ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് കുറെ ഐഡിയാസ് കിട്ടും ഇവിടെ വന്നൊന്ന് വിസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ. ഇത് അതേപോലെ നോർമൽ ടൈലിന്റെ കൂട്ടത്തിൽ ഒരു ഹൈലൈറ്റർ ആയിട്ട് ഈ തേർഡ് ഫെയർ സീരീസിലെ റേഞ്ച് വെച്ച് ചെയ്തിരിക്കുന്നതാണ്. ഈ ഒരു വുഡൻ ഇതുമായിട്ടുള്ള അതിന്റെ ഒരു ബ്ലെൻഡും. അതെ അതെ. ഇതും നമ്മൾ താഴെ കണ്ട പോലെ കട്ട് പീസ് വെച്ചിരിക്കുന്നതാണ്. കസ്റ്റമേഴ്സിന് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് നോക്കാൻ വേണ്ടി എല്ലാത്തിന്റെയും സ്മോൾ പീസസ് വെച്ചിരിക്കുന്നതാണ്. ഷെൽഫിൽ അടുക്കി വെച്ചേക്കുന്നോണക്കാണ് ഇവിടെ ഓരോ പീസസ് വെച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇത് കയ്യിലെടുത്ത് നമ്മുടെ ഇഷ്ടത്തിന് ഇതൊക്കെ തമ്മിലുള്ള ഓരോ ബ്ലെൻഡ് എങ്ങനെ ഉണ്ടാവും, എങ്ങനെ ഉണ്ടെന്നൊക്കെയുള്ള മാച്ച് ചെയ്ത് നോക്കാൻ പറ്റും. ജോൺസൺ ഇപ്പൊ കജേരി സിംബോളൊക്കെ ആയിട്ട് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ബഡ്ജറ്റ് കുറഞ്ഞ ഒരു ഇതിൽ കാറ്റഗറി വരുന്നത്. ഡിസൈൻസ് എല്ലാം അറ്റ്പാറാണ്, പക്ഷെ കുറച്ചുകൂടെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് ജോൺസൺ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ചെയ്യാൻ പറ്റിയ ഒരുപാട് ഓപ്ഷൻസ് ഉള്ളൊരു ബ്രാൻഡാണ്. ഇപ്പോൾ ചിലർ ചെയ്യുന്ന ഇപ്പോൾ നമുക്ക് ബാത്റൂംസിലോ അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലൊക്കെ കുറച്ച് കോസ്റ്റ് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നോക്കാവുന്നതാണ്. അതിൽ ഒരുപാട് പ്രൈസ് റേഞ്ചിലും ഇവർക്ക് അവൈലബിൾ ആണ്. അതിന്റെ പല മോക്കപ്സ് ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഇത് 160/80 ആണ്. അതായത് 4x2 6x4 ഇടയിലുള്ളൊരു സൈസാണ്. ഇത് കൂടുതൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന്റെ ടെക്സ്ചർ ആണ് ഇതിന്റെ ഹൈലൈറ്റ്. നോർമൽ കാണുന്ന ഒരു ഇതല്ല, ടച്ച് ആൻഡ് ഫീൽ ചെയ്താലേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഫീൽ ചെയ്യണം കേട്ടോ. സിറ്റ് ഔട്ടിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചോയ്സ് ആണ്. അതെ അതെ. ഇതിന്റെ ആ ഒരു ഫിനിഷ് നമുക്കിപ്പോ വെള്ളമൊക്കെ വീണ് കഴിഞ്ഞാലും ഒരു ഗ്രിപ്പ് കിട്ടും. ഇതില് ചെറിയൊരു ഗ്രൂസ് പോലെ നമുക്ക് അടുത്ത് വന്നാലേ അറിയത്തുള്ളൂ. നോർമലി ദൂരെ നിന്ന് കാണുമ്പോൾ ഒരു പ്ലെയിൻ ടൈലാണ്. ആ ലൈറ്റ് വീഴുന്നിടത്ത് ആ ഫ്ലോറൽ പാറ്റേൺ എടുത്ത് കാണിക്കും. ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ മോസ്റ്റ്ലി ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇതുപോലെ പാനലിൽ ഇട്ടിട്ട് ഇത് നന്നായിരിക്കും എന്ന് പറയുന്നതിലും ഇങ്ങനെ ചെയ്തു വരുമ്പോഴാണ് കസ്റ്റമറിന് ഐഡിയ കിട്ടുന്നത്. അതാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഹോം ബാർ ഒക്കെ സെറ്റ് ചെയ്ത് നമ്മളെ കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ ഉള്ള രീതിയിൽ. ഇത് ജോൺസന്റെ ഒരു ലേറ്റസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ്. ഒരു സീരീസ് ആണിത്. അതായത് ഇത്രയും കളേഴ്സിലെ ടൈല് പല ഫിനിഷ്, അതായത് ഗ്ലോസി മാറ്റിലും സെയിം സാധനം അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് ബാത്റൂംസ് ഒക്കെ ഒരുപാട് മിക്സ് ആൻഡ് മാച്ച് കോമ്പിനേഷൻസ് ചെയ്യാൻ പറ്റും വിത്ത് മിനിമം വേസ്റ്റേജ്. അതായത് നമ്മൾ ഒരു ബേസ് സ്റ്റൈലായിരിക്കും 4 ബാത്റൂം ഉണ്ടെങ്കിൽ 4 യൂസ് ചെയ്യാം. അതിന്റെ ഹൈലൈറ്റേഴ്സ് മാത്രമേ നമ്മൾ ഹൈലൈറ്ററും ഫ്ലോറും മാത്രമേ മാറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കട്ടിങ്ങിലൊക്കെ നമുക്ക് ഒരുപാട് വേസ്റ്റേജ് കുറയ്ക്കാൻ പറ്റുന്നൊരു ഇതാണ്. എന്നാൽ 4 ബാത്റൂമും 4ആയിട്ട് ഇരിക്കുകയും ചെയ്യും, ഡിസൈൻ ചെയ്യുകയും ചെയ്യും. അതെ അതെ അതെ. ഇത് ജോൺസന്റെ വേറെ ഒരു സ്റ്റുഡിയോ ആണ്. ജോൺസന്റെ പോസ്ലാനോ എന്ന് പറഞ്ഞ ഡിവിഷന്റെ സ്റ്റുഡിയോ ആണ് ഇത് വരുന്നത്. അതേപോലെ വുഡൻ പ്ലാങ്ക് ടൈല്. വുഡൻ പ്ലാങ്ക്സിൽ തന്നെ ഇത്രയും വെറൈറ്റീസ് ഇതിൽ അവൈലബിൾ ആണ്. ഈ 4 വെറൈറ്റീസ്. ഇവിടെയും വുഡിന്റെ ഒക്കെ ഒരു പാക്ക് സ്പ്ലാഷ് ആയിട്ട് വന്നിട്ട് ജനറലി അങ്ങനെ ഒരു കോമ്പിനേഷൻ കാണാറില്ലല്ലോ. ഗ്ലോസി ആണെങ്കിൽ ഗ്ലോസി മാത്രമാണ്. ഇത് ഗ്ലോസിയും വുഡും ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ ചെയ്തിരിക്കുന്നതാണ്. ബേസിക്കലി ഇപ്പൊ നമുക്ക് ജോൺസണിൽ കാണുന്ന ആ ഒരു റേഞ്ച് അത് ബഡ്ജറ്റ് റേഞ്ച് പോലെയാണല്ലോ നമ്മൾ ഇതൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ജോൺസൺ കുറച്ചും കൂടെ അഫോർഡബിൾ ഒരു റേഞ്ചിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവരുടെ ഡിസൈൻസും ഈ പറഞ്ഞ കജേറിക്ക് ഒരു ഡിസൈൻ ലാംഗ്വേജ് ഉണ്ട്, സിംബോളയ്ക്ക് ഒരെണ്ണമുണ്ട്, ജോൺസണും ഉണ്ട് അങ്ങനെ. ആൻഡ് ഓൾസോ ജോൺസൺ കുറച്ചും കൂടെ ഒരു അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. റൈറ്റ് ഫ്രം അവരുടെ 2x2 തൊട്ട് 6x4 ആണ് മോസ്റ്റ്ലി പോകുന്നത്. അങ്ങനത്തെ സൈസ് വരെ ആയാലും കുറച്ചും കൂടെ വ്യത്യാസമുണ്ട്. വിലക്കുറവാണ്. അതെ. ഡിസൈൻസ് ആർ ഓൾസോ ഡിഫറെന്റ്, കുറച്ചുകൂടെ യുണീക്ക് ആണ്. ഇതെല്ലാം അവരുടെ 6x4 വരുന്ന കളക്ഷൻസ് ആണ്. അതില് കുറെ ഓപ്ഷൻസ് ആണ്. അതെ അതെ. ഇതും മൾട്ടിപ്പിൾ സർഫസസിൽ അവൈലബിൾ ആണ്. ഗ്ലോസി, മാറ്റിൽ കാവിങ്, അങ്ങനെ പല ഫിനിഷസിൽ ഉണ്ട്. ടൈൽസ് എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി സാനിറ്ററി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന ഒരു പേര് ജാഗ്വറിന്. അപ്പൊ ജാഗ്വറിന്റെ സ്റ്റോറിലോട്ട് തന്നെ നമുക്ക് കയറാം. ഇത് ജാഗ്വറിന്റെ വൺ ഓഫ് ദി ലാർജസ്റ്റ് ഡിസ്പ്ലേ സെന്റർ ആണ് കേരളത്തിലെ. അവരുടെ ഫുൾ A to Z പ്രോഡക്റ്റ് റേഞ്ച് നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഇപ്പൊ അവരുടെ ഏറ്റവും പുതിയത് വരുന്ന ഓരോ സാധനങ്ങൾ കളർ ഫിനിഷസ് ആണ് ഇപ്പൊ മെയിൻ ആയിട്ടുള്ളത്. അതിന്റെ എല്ലാ കളേഴ്സും ഇവിടെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു സാമ്പിൾ ആണ്. ഇത്രയും ഫിനിഷസിൽ അവർക്ക് ഇത് അവൈലബിൾ ആണ്. ഗ്ലോസി ആയാലും മാറ്റ് ആയാലും ബ്രഷ്ഡ് ആയാലും അങ്ങനെ പല ഫിനിഷസിൽ. എൻ്റെ ഓരോ മോക്കപ്സ് ആണ്. നമ്മൾ ഓരോ സീരീസ് അനുസരിച്ചാണ് ജാഗ്വറിൽ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ക്യൂബിക്സ് പ്രൈം എന്ന് പറഞ്ഞ റേഞ്ചാണ്. ആ റേഞ്ചിൻ്റെ ഫുൾ സാധനങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. റൈറ്റ് ഫ്രം സാനിറ്ററി, ക്ലോസറ്റ്, അതിൻ്റെ ഫിറ്റിങ്സ് ആയാലും ഇതെല്ലാം ഒരു തീംഡ് ആയിരിക്കും. ലൈക്ക് സ്ക്വയർ ആണെങ്കിൽ എല്ലാം സ്ക്വയർ ആയിട്ട് വരുന്ന രീതിയിൽ. മൊത്തത്തിലൊരു
ഒരു ബോക്സി ഫീലാണ് അല്ലേ? എല്ലാ മൊത്തം ഐറ്റംസും ആ ഒരു രീതിയിലൊരു തീം ബേസ്ഡ് ആയിരിക്കും അങ്ങനെ വരുന്നത്. അതിന്റെ ഹെഡ് ഓരോന്നിനും ഉണ്ട്. ഇത് വേറൊരു റേഞ്ച് ആണ്. ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് ഗ്രീനിന്റെ ഒരു ഒലീവ് ഷെയ്ഡ് അല്ലേ? അതിലോട്ട് വന്നിട്ട് അതില് ബ്രഷ്ഡ് അലൂമിനിയം ഫിനിഷിലാണ് അവരുടെ ഫിറ്റിംഗ്സ് ഫുള്ള് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഗോൾഡ് ഇങ്ങനെ പോപ്പ് ചെയ്ത് നിൽക്കുന്ന നല്ല രസമുണ്ട് ഇതുമായിട്ടൊരു ബ്ലെൻഡ്. അതുപോലെ ഇത് കണ്ടോ, ഒരു റെയിൻ ഡ്രോപ്പ് ഒക്കെ വന്ന് വീണേക്കുന്ന പോലത്തെ ഒരു ഭയങ്കര രസമുണ്ട് ഈ ഒരു ടേബിൾ ടോപ്പായിട്ട് ചെയ്തിട്ടുള്ള വാഷ്. ഓക്കെ, ഇത് എന്താണ് ലൈവ്? ഇത് ജാഗ്വാറിന്റെ ഏറ്റവും പുതിയ ക്ലൗഡ് എന്ന് പറഞ്ഞ ഒരു റേഞ്ചിലെ ഇതാണ്. തെർമോസ്റ്റാറ്റിക് ഡൈവേർട്ടർ, ടച്ച് ഫംഗ്ഷൻ ഉള്ള തെർമോസ്റ്റാറ്റിക് ഡൈവേർട്ടർ ആണ്. ഇത് ലൈവ് ഡെമോ ആണ്. ലൈവ് ഡെമോ ആണ്. ടച്ച് ചെയ്താൽ മതി, ഓരോ ഇതായിട്ട് വരും. ഓക്കെ, ഒരു പാടുമില്ല. ചുമ്മാ തൊട്ടപ്പോഴത്തേക്ക് നല്ല രസമുണ്ട്. ഇത് ഓഫ് ചെയ്തിട്ട് അടുത്തതിലേക്ക് ഇതാണ് മിസ്റ്റ് പോലെ അടിപൊളി പറയാനില്ല. നല്ല ഡെമോ. അടുത്ത നെക്സ്റ്റ് ഹാൻഡ് ഷവറിലേക്ക് വരുന്നു. ബോഡി ജെറ്റ്സ് ആണ്. ഓക്കെ, അപ്പൊ രണ്ടെണ്ണം. അതെ, ഇത് ലൈക്ക് വർക്ക് ചെയ്ത് ലൈവ് എങ്ങനെ വർക്ക് ചെയ്ത് കാണും എന്നുള്ള കസ്റ്റമർ മനസ്സിലാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് പിന്നെ അവരുടെ CP ഫിറ്റിംഗ്സിന്റെ ഫുൾ റേഞ്ച് ആണ് വരുന്നത്. അത് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ പല ഫിനിഷസ്, മാറ്റ് ബ്ലാക്ക് ഗോൾഡ്, റോസ് ഗോൾഡ്, അതെ, ആന്റി ഗോൾഡ്, അങ്ങനെ പല ഫിനിഷസിലുള്ള ഇതിൽ കിട്ടും. ഇങ്ങനെ വരുമ്പോൾ ഇതൊരു വെറൈറ്റി കളറാണ്. ഇപ്പൊ തരുന്ന പോലെ സാനിറ്ററി വെയറും പല കളർ ഓപ്ഷൻസ്, പണ്ട് വൈറ്റ് ആയിരുന്നു ബൈ ഡിഫോൾട്ട് ഉള്ളത്, ഇപ്പൊ പല കളർ ഓപ്ഷൻസിൽ അവൈലബിൾ ആണ്. ജാഗ്വാറിന് എല്ലാ പ്രൈസ് റേഞ്ചിലും അവർക്ക് പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. നോർമൽ ഒരു വളരെ ബേസിക് ഇത് തൊട്ട് ഹൈ എൻഡ് ലക്ഷറി വരെ ജാഗ്വാറിന്റെ സീരീസിലുണ്ട്. അതിനായിട്ട് തന്നെ അവർ എസ്കോ എന്ന് പറഞ്ഞ റേഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണും അതിന്റെ സ്റ്റുഡിയോയും നമുക്ക് ഇവിടെ ഉണ്ട്. നമുക്കൊരു ബാത്റൂമിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തേക്കുന്ന മോക്കപ്സ് ആണ് ഇവിടെ എല്ലാം ഉള്ളത്. നമ്മൾ കാണിക്കാനാണെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് കാണിക്കാൻ. ഇത് ശരിക്കും വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. അങ്ങനത്തെ രീതിയിലാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ഒരു ഡെഡിക്കേഷൻ, അതായത് നമ്മൾ വെറുതെ ഒന്നും അങ്ങനെ എടുക്കണ്ട, അല്ലാതെ നമ്മൾ നോക്കിയിട്ട് നമുക്ക് വേണ്ട രീതിയിൽ മിക്സ് മാച്ച് ചെയ്തൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്നൊരു രീതിയിലാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ പിന്നെ ക്യൂബിക്കിൾ പോലെ. അതെ, ജാഗ്വാറിന് ഷവർ എൻക്ലോഷേഴ്സ് അവൈലബിൾ ആണ്. അത് ഗ്ലാസ് പാർട്ടീഷൻ ഇങ്ങനത്തെ ഇത് ആക്ച്വലി അവർ ഓൺ സൈറ്റ് വന്ന് നമ്മുടെ മെഷർമെന്റ് അനുസരിച്ച് കോട്ട് ചെയ്ത് ഫിക്സ് ചെയ്ത് തരും. ഇൻസ്റ്റലേഷൻ അടക്കം ജാഗ്വാർ ചെയ്യുന്നതാണ്. അതിന്റെ കുറച്ച് ഓപ്ഷൻസ് ഞങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നതാണ്. ഈ പറഞ്ഞ റെയിലിങ്സ് തന്നെ നമുക്ക് പല ഫിനിഷസിൽ അവർക്ക് ഉണ്ട്. അതായത് നോർമൽ ഈ SS-ന്റെ ഇതിലുണ്ട്, ബ്ലാക്ക് മാറ്റ്, അങ്ങനെ നമ്മുടെ ഫിക്സ്. ഇപ്പൊ ആ ഒരു ബാത്റൂമിൽ ഫുൾ ഫിറ്റിംഗ്സ് ബ്ലാക്ക് ആണ്. അപ്പൊ അതുകൊണ്ട് ഈ സാധനം ബ്ലാക്ക് ആണ്. അതെ. ഇവിടെ അങ്ങോട്ട് ഇനി ജാഗ്വാറിന്റെ അല്ലാത്ത CP ഫിറ്റിംഗ്സ്, സാനിറ്ററിയുടെ ഒക്കെ ഇതാണ്. അവർക്ക് വാട്ടർ ഹീറ്റേഴ്സ് ഉണ്ട്, അതിന്റെ കളക്ഷൻ ആണ് ഇവിടെ ഉള്ളത്. അതേപോലെ കിച്ചൺ സിങ്കിന്റെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള് അതെല്ലാം എനിക്ക് ഒരു ബ്ലാക്ക് മെറ്റലും ബാക്കി എല്ലാ ഫിനിഷസിലും ഉണ്ട്. ബ്ലാക്ക് മാറ്റ് അതിൽ ഒരു ഫിനിഷിൽ വരുന്നതാണ്. ഇത് സോനയാണ് ജാഗ്വാറിന്റെ. നമ്മൾ സ്പായിലൊക്കെ പകരമായിട്ട് നമുക്ക് വീട്ടിൽ സെറ്റ് ചെയ്തിട്ട്. അതെ. ഇത് പ്ലഗ് ആൻഡ് പ്ലേ ആണ്, ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്ത് വരുന്നതാണ്. നമുക്കിതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. കൊള്ളാം, അടിപൊളി. നമുക്കൊരു ഭയങ്കര കോസിയായിട്ട് ഇങ്ങനെ ഇരിക്കാം. അതുപോലെ ഒരാൾക്ക് സുഖമായിട്ടിരിക്കാം. ഇതിന്റെ 2 സീറ്ററും 4 സീറ്റർ അങ്ങനത്തെ വലിയ ഇതും അവൈലബിൾ ആണ്. നമ്മൾ വീടുകളിൽ ഉദ്ദേശിച്ചാണ് ഇങ്ങനെ സിംഗിൾ സീറ്റിന് ഒരെണ്ണം എടുത്തിരിക്കുന്നത്. അതുപോലെ ജാഗ്വാറിന്റെ വേൾപൂൾസും അവൈലബിൾ ആണ്. അത് തന്നെ ഇവിടെ ലൈവ് ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആളുകൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണം. അതെ. പല തെറാപ്പികളൊക്കെ വെള്ളത്തിൽ ചെയ്യാം. വേറൊരു മോഡലാണ്. രണ്ടും രണ്ട് ഷേപ്പാണ്. അതെ. ഇതും ഇതേപോലെ നമുക്ക് വലിയ 4 സീറ്ററിന്റെ, എനിക്ക് അപ് ടു 9 സീറ്റർ വരെ ജാഗ്വാറിന് ഇത് അവൈലബിൾ ആണ്. ഇതൊക്കെ എങ്ങനെ ഇപ്പൊ ആൾക്കാർ ഒരുപാട് വെൽനെസ്സിന് വീട്ടില് സ്പേസ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ വീടുകളിലായാലും ഹോം ജിംസ് ഉണ്ട്, അവിടേക്കാണ് കൂടുതലും സോന വെക്കുന്നത്. അല്ലെങ്കിൽ ഒരു ബാത്റൂം ഒരു സൺഡേസ് അല്ലെങ്കിൽ ഒരു വീക്കെൻഡ് സ്പെൻഡ് ചെയ്യുന്ന ബാത്റൂംസിലൊക്കെയാണ് ഇത് കൂടുതലും വെക്കുന്നത്. നല്ല രീതിയിൽ വീടുകളിലേക്ക് ആൾക്കാർ അതെ. എല്ലാ ബാത്റൂമിലും ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ബാത്റൂമിലേക്കൊക്കെ ചെയ്യാറുണ്ട്. യെല്ലോ ബോർഡിൽ അത് എസ്കോ ബൈ ജാഗ്വാർ. ഞാൻ പറഞ്ഞു, ജാഗ്വാറിന് ഒരു വളരെ എക്കണോമി റേഞ്ചിലും കൂടെ അവർ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എസ്കോ എന്ന് പറഞ്ഞ സീരീസ് അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് സർവീസും മാനുഫാക്ചറിങ് എല്ലാം ജാഗ്വാർ തന്നെയാണ്. എസ്കോയുടെ പ്രോഡക്റ്റ് കാറ്റഗറിയിലേക്കും വരിക. ഭയങ്കര ഏറ്റവും ലോവർ എൻഡ് ഇത് തൊട്ട് അവർക്ക് ഐറ്റംസ് അവൈലബിൾ ആണ്. എന്നാൽ വിത്ത് ദ ട്രസ്റ്റ് ഓഫ് ജാഗ്വാർ. ഈവൻ അത് CP ഫുൾ റേഞ്ച് ഉണ്ട്, സാനിറ്ററി വെയർ ഉണ്ട്, എല്ലാം ഉണ്ട്. സർവീസും ഇതെല്ലാം സപ്പോർട്ട് എല്ലാം ചെയ്യുന്നത് ജാഗ്വാർ തന്നെയാണ്. ഇപ്പൊ എല്ലാ 4 ബാത്റൂമിലും ജാഗ്വാർ എടുക്കാത്തവർ ചിലപ്പോൾ 2 ബാത്റൂമിൽ ഇതും ബാക്കി 2 ജാഗ്വാർ ആയിട്ടൊക്കെ ഓപ്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ കൊമേഴ്ഷ്യൽ ബിൽഡിങ്സ് ചൂസ് ചെയ്യുന്നത് എസ്കോയിലേക്കാണ് ഇപ്പൊ കൂടുതൽ. ഇത് പാരിവെയർ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ സാനിറ്ററി ബ്രാൻഡിന്റെ ഷോറൂമാണ്. ഇത് ഫുൾ അവരുടെ ഡിസ്പ്ലേ ഇതാണ്. അവരുടെ സാനിറ്ററി ഐറ്റംസ് ഉണ്ട്, ടാപ്പ് ഫിറ്റിംഗ്സ്, ബാത്ത് ടബ്സ്, അങ്ങനത്തെ പ്രോഡക്ട്സ് ഫുൾ ഇവിടെ
ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതാണ്. അവരുടെ അല്ല, ഈ സംഭവം ഇപ്പോഴും അത്രയും മൂവിങ് ആണോ? ടബ്സ്, ബാത്ത് ടബ്സ്, വേൾപൂൾസ് ഇതെല്ലാം ഇപ്പോഴും ആൾക്കാർ ചെയ്യുന്നതാണ്. അറ്റ്ലീസ്റ്റ് ഒരു ബാത്റൂമിലെങ്കിലും വെക്കും, കീപ്പ് ചെയ്യും. അവരുടെ ഒരു വെൽനെസ്, ഒരു വീട്ടിൽ തന്നെ ഉള്ള ഒരു ഇതിന്റെ ഭാഗമായിട്ട് ഇവർക്ക് പല സൈസസ് ആൻഡ് പല ഈ മെറ്റീരിയൽ കൊണ്ടുള്ള, ഇതിപ്പോൾ SS-ന്റെ ആണ്, ഇതിന്റെ തന്നെ അക്രിലിക്കും എല്ലാം പരിവെറിന് അവൈലബിൾ ആണ്. പിന്നെ ഇവരുടെ സാനിറ്ററിയുടെ ആയാലും ക്ലോസറ്റ്സ്, ഇതിന്റെ എല്ലാം ഫുൾ റേഞ്ച്. ഇത് സിംഗിൾ പീസ് ഉണ്ട്, വോൾ ഹാങ് ടൈപ്പ് ഉണ്ട്. നമുക്ക് ഏകദേശം അപ്രോക്സിമേറ്റ്ലി എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്ത് അതായത് ഒരു 6000 ബിലോ തൊട്ട് തന്നെ സിംഗിൾ പീസ് പാരിവെയറിൽ അവൈലബിൾ. അതായത് 10 year റീപ്ലേസ്മെന്റ് വാറന്റിയോടുകൂടിയാണ് പാരിവെയർ സെറ എല്ലാം വരുന്നത്. ആ മോഡൽ തൊട്ട് പിന്നെ ഒരു 20-25,000 വരെ ഇവർക്ക് റേഞ്ച് ഉണ്ട്. പാരിവെയറിന്റെ ഇപ്പോഴത്തെ ഒരു അഡ്വാൻറ്റേജ്, പാരിവെയറിനെ ഓൺ ചെയ്യുന്ന റോക്ക എന്ന് പറഞ്ഞ സ്പെയിൻ ബ്രാൻഡാണ് ഇവരെ ടേക്ക് ഓവർ. ഇതിന്റെ സർവീസും ഇതെല്ലാം ഇപ്പൊ റോക്കയിൽ നിന്നാണ് വരുന്നത്. വളരെയധികം പ്രൊഫഷണൽ ആയിട്ടാണ് അവരതിനെ ഇപ്പൊ ഹാൻഡിൽ ചെയ്ത് പോകുന്നത്. അതുപോലെ ഇപ്പൊ നമ്മൾ വാല്യൂ ഫോർ മണി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഈ റിംലെസ് ഐഫോണിക് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ ഈ ക്ലോസറ്റ്സിൽ ഫീച്ചേഴ്സ് ആയിട്ടുള്ളത്. അതിൽ പാരിവെയർ മോഡൽ വളരെ വാല്യൂ ഫോർ മണിയാണ്. അതായത് റിംലെസ് ഐഫോണിക്ക് വരുന്ന ആ ഒരു പീസ് നോർമൽ ഇപ്പൊ ഇങ്ങനത്തെ ഇതിൽ വരുന്ന ഇതിനാണ് ഈ റിംലെസ് എന്ന് പറയുന്നത്. ഇതിന് എഡ്ജ് ഉണ്ടാവില്ല, അതായത് വക്കില്ല. പണ്ട് നോർമൽ മോഡലിന് ഒരു റിം എന്ന് പറഞ്ഞാല് ഇതിന്റെ അടിയിലോട്ടുള്ള ഈ ഒരു സ്പേസിനാണ് പറയുന്നത്. പണ്ട് അത് ഇങ്ങനെയായിരുന്നു, ഇതിന്റെ ഇടയിൽ നിന്നായിരുന്നു വെള്ളം വരുന്നത്. അപ്പൊ അത് ക്ലീൻ ചെയ്യാൻ എന്നും ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പൊ അങ്ങനെ റിം ഇല്ലാത്ത മോഡൽസ് ആണ് വരുന്നത്. ഇങ്ങനെ ഫുള്ള് ഹാൻഡ് ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്ത് എളുപ്പമാണ്. അതെ അതെ അതെ. പിന്നെ അതേപോലെ സൈഫോണിക് എന്ന് വന്ന് ഇവിടെ ഒരു ഹോൾ ഉണ്ട്, അതിൽ കൂടെ എയറും കൂടെ വന്നിട്ടാണ് ഇതിന്റെ വേസ്റ്റ് ഫ്ലഷ് ചെയ്ത് കളയുന്നത്. അപ്പൊ വാട്ടറിന്റെ യൂസേജ് വളരെ മിനിമം. ഇപ്പൊ ഇത് കണ്ടോ, ഇതിനാകെ ഒരു 4 ലിറ്റർ ടാങ്ക് ആണ് ഇതിനുള്ളത്. മറ്റേതെന്ന് പറഞ്ഞാൽ 6 and 3 അല്ലെങ്കിൽ 10 ലിറ്റേഴ്സിന്റെ നമ്മൾ വെള്ളം അതിനകത്ത് ഹോൾഡ് ചെയ്യും. ഇതിനാകെ 4 ലിറ്ററിന്റെ ഒരു ഇതേ ഉള്ളൂ. അതായത് സൈഫോണിക് ഇതുകൊണ്ടാണ്. അതായത് നമ്മള് ഫ്ലൈറ്റിലൊക്കെ എയറോപ്ലെയിനിലൊക്കെ കാണുന്ന ഒരു സെക്ഷൻ ഉണ്ടല്ലോ. അതെ അതെ, അതിന്റെ ഒരു വേറൊരു വേർഷൻ ആണ്. പക്ഷെ അപ്പൊ നമ്മൾ ഓരോ ഇതിലും ഓൾമോസ്റ്റ് 6 ലിറ്റർ വെള്ളം നമ്മൾ സേവ് ചെയ്യുന്നുണ്ട്. ഇതിനാകെ 4 ലിറ്റർ. ഇപ്പൊ നോർമൽ ഒരു ഇതിൽ 6 and 3 ആയിരിക്കും വരിക. 10 ലിറ്റർ ഇതിനകത്ത് ഹോൾഡ് ചെയ്യും, 6 and 3 നമ്മൾ യൂസ് ചെയ്യും. ആ ഓരോ ഫ്ലഷിലും നമ്മൾ അത്രയും വെള്ളം വെറുതെ കളയാണ്. ഇതാവുമ്പോ ആകെ 4 ലിറ്റർ കപ്പാസിറ്റി ഇതിനുള്ളൂ, അത് മതി. അപ്പൊ ഇവിടെ എല്ലാ കാറ്റഗറി ഉണ്ട്, യൂറിനൽസ് ഒക്കെ. അതെ, പാരിവെയറിന് ഫുൾ സാനിറ്ററി, CP റേഞ്ച്, അവർക്ക് വാട്ടർ ഹീറ്റേഴ്സ് ഉണ്ട്. പിന്നെ ഈ വാനിറ്റി സെറ്റ്, അതായത് ഇത് ഫുൾ യൂണിറ്റ് ആയിട്ട് വിത്ത് മിറർ ആണ്. ഒരുപാട് വീടുകളിൽ ഇപ്പൊ കാണാറുണ്ട് സംഭവം. നമ്മൾ കൗണ്ടേഴ്സ് ഒന്നും പണിയണ്ട, നേരെ സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ഇത് ഇത്ര ഒരു സെറ്റ് ആയിട്ടാണ് വരുന്നത്. ഇതിന് കുറച്ച് ഒരു ഇതുണ്ട്, അത് പാരിവെയറിനാണ്. നമുക്ക് ഒരു 7,000 ആ റേഞ്ച് തൊട്ടും നമുക്ക് ഇത് ഉണ്ട്. പിന്നെ അവരുടെ CP ഫിറ്റിംഗ്സിന്റെ റേഞ്ചാണ്. ഇപ്പൊ കിച്ചൺ സിങ്കിന്റെ ഇതാണ്. ഇപ്പൊ പുൾ ഔട്ട് ഒക്കെ ഉള്ള ടൈപ്പാണ് ഇത് വരുന്നത്. അതിന്റെ പല മോഡൽസ് ആണ്. നോർമൽ ഷവേഴ്സ്, ഇപ്പൊ ഇതിലും ഇവർക്ക് കളർ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നോർമൽ നമ്മുടെ ക്രോമിന് പകരം ഗൺമെറ്റില്, റോസ് ഗോൾഡ്, മാറ്റ് ബ്ലാക്ക്, ഈ ഫിനിഷസിലെല്ലാം അവരുടെ സാനിറ്ററി CP ഫിറ്റിംഗ്സ് അവൈലബിൾ ആണ്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ. ഇതൊക്കെ തന്നെ നമുക്കൊരു പ്രഷർ പമ്പും കൂടെ വെച്ചായിരിക്കും കറക്റ്റ് വർക്കിംഗ്. ബെറ്റർ റെയിൻ ഷവറിന്റെ കറക്റ്റ് ഫ്ലോ കിട്ടണമെങ്കിൽ ശരിക്കും പ്രഷർ പമ്പ്, പ്രഷർ പമ്പ് അല്ലെങ്കിൽ നമ്മുടെ വാട്ടർ ടാങ്ക് അത്ര ഹൈറ്റിലായിരിക്കണം. അതുപോലെ ഇത് സെറയുടെ സ്റ്റുഡിയോ ആണ്. സെറയുടെ പ്രൊഡക്ട്സ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അവരുടെ സാനിറ്ററി CP എല്ലാം നമുക്കുണ്ട്. സെറയ്ക്കും സെയിം ഇത് തന്നെയാണോ? ഓൾമോസ്റ്റ് പ്രൈസ് റേഞ്ച് സെയിം തന്നെയാണ്. ജസ്റ്റ് മോഡൽസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഡിഫറൻസ് ഇവർ തമ്മിലുണ്ടെന്നേ ഉള്ളൂ. പ്രൈസ് കാറ്റഗറി ഒക്കെ സെയിം തന്നെയാണ്. പിന്നെ പാരിവെയറിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന ഒരു ഡൈവേർട്ടർ സിസ്റ്റം ആണ് ആ കാണുന്നത്. ഇത് ഞെക്കിക്കഴിഞ്ഞാൽ റെയിൻ ഷവർ ആയിരിക്കും. ഇത് മറ്റേ മിസ്റ്റ് പോലെ വരുന്നതാണ്. അതെ അതെ അതെ. ഇത് വാട്ടർഫോൾ, അതാണ് സൈഡിലെ സ്ലിറ്റിൽ കൂടെ വരുന്നത്. അങ്ങനെ ഇത് ഹാൻഡ് ഷവർ, ബോഡി ജെറ്റ്, അങ്ങനെ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഡ്രോയിങ് ടൈമിൽ നോർമൽ മതി. ഇതിന്റെ പാനലല്ല, ഇതിന്റെ ബോഡി ഉണ്ട്. അത് നമ്മൾ ടൈലിന്റെ ഉള്ളിലായിരിക്കും പോകുന്നത്. അതിലാണ് ബാക്കി ഇതിന്റെ കൺട്രോൾസ് എല്ലാം വരുന്നത്. ഓക്കെ, ഈ സെക്ഷനിൽ നല്ല ബ്യൂട്ടിഫുൾ ഒരു മോക്കപ്പ് കണ്ടുകൊണ്ട് ജസ്റ്റ് ഒന്ന് കയറിയ ചെറിയൊരു സ്പേസിൽ തന്നെ ഇത് കറക്റ്റ് ഒരു ഡ്രൈ ഏരിയ, വെറ്റ് ഏരിയക്ക് കറക്റ്റ് കളർ, ആ ഒരു ഡിഫറൻസ് എല്ലാം കൊടുത്ത് തന്നെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു. ഇത് ടൈല് ഇത് നമ്മൾ താഴെ സിംബോളോയിൽ സ്പെക്ട്ര എന്ന് പറഞ്ഞ സീരീസ് കണ്ടില്ലേ, അവരുടെ ആ കളർ കോമ്പിനേഷൻ വെച്ച് ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ താഴെ അതിന്റെ ചെറിയ പീസസ് ആണ് കണ്ടത്. ഇത് അതിന്റെ ആക്ച്വൽ മോക്കപ്പ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പാരിവെയറിന്റെയാണ്. ഇതിനകത്തും ഈ ഇത്ര ഇതുണ്ട് അല്ലേ? തെർമോസ്റ്റാറ്റിക് ഡൈവേർട്ടർ ഉള്ള ഈ പറഞ്ഞ കൺട്രോൾസ് എല്ലാം വരുന്ന മോഡലാണത്. ഈ ഏരിയയിലൊക്കെ കിച്ചന്റെ അതെ, നമുക്ക് കിച്ചൺ ഹുഡ് ആൻഡ് ഹോബ്, അത് ഫേബറിന്റെയും ഫ്രാങ്കയുടെയും ആണ് നമ്മൾ ചെയ്യുന്നത്. അതിന്റെ ഫുൾ റേഞ്ച് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇതിന്റെ ലേറ്റസ്റ്റ് ഇതാണ് ഈ ഗ്ലാസ് ടോപ്പ്. അതെ, ടഫൺ ഗ്ലാസ് ആണ്, ഫ്രോസ്റ്റഡ് ഗ്ലാസ്സിലൊക്കെ ചെയ്തേക്കുന്നു. നല്ല നീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ കിച്ചൺ സിങ്കിന്റെ ഫോസറ്റ് റേഞ്ച് ആണ്
ഇവിടെ ഉള്ളത്. അതിലും ഒരുപാട് പുൾ ഔട്ട് ടാപ്സ് അങ്ങനത്തെ പല മോഡൽ അവൈലബിൾ ആണ്. ഇപ്പൊ കൂടുതലും ഈ പുൾ ഔട്ട് ടാപ്സ് തന്നെയാണോ പോകുന്നത്? അതെ അതെ, കൂടുതലും ഇപ്പൊ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് അങ്ങനത്തെ ഇതാണ്. അതിൽ തന്നെ സിങ്കിൽ നമുക്ക് ഫ്രാങ്കയാണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. സ്വിസ് ബ്രാൻഡ് ഏറ്റവും ലീഡർ ഈ ഇതില് കിച്ചൺ സിങ്കിന്റെ ഇതിൽ ഫ്രാങ്കയാണ്. അപ്പൊ കൂടുതലും ഇങ്ങനത്തെ സ്ക്വയർ ഷേപ്സ് ആണ് ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ നമുക്ക് വീഗാർഡിന്റെ വാട്ടർ ഹീറ്റേഴ്സ്, നമ്മൾ ഓൾറെഡി പാരിവെയറിന്റെ വാട്ടർ ഹീറ്ററിന്റെ ഒരു സെക്ഷൻ കണ്ടു. അതുപോലെ വീഗാർഡ് ഇതിലെ മെയിൻ പ്ലെയർ ആണ്. വീഗാർഡിന്റെ ഫുൾ റേഞ്ച് വാട്ടർ ഹീറ്റേഴ്സും നമുക്കുണ്ട്. വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്, അതെല്ലാം നമുക്കുണ്ട്. ഇൻഡിവിജ്വലി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്റ്റോറേജ് അല്ലേ? അതെ, ബാത്റൂം ആക്സസറീസ് ആണ്. ആക്സസറീസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ കംപ്ലീറ്റ്ലി സ്റ്റെയിൻലെസ് സ്റ്റീലിൽ 304 ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിരിക്കുന്നതാണ്. അത് പല സൈസസിൽ അവൈലബിൾ ആണ്. നമ്മുടെ നോർമൽ ഒരു PVC വെച്ചിട്ടുള്ള ക്യാബിനറ്റ് വെക്കുമ്പോൾ ആ ബാത്റൂം അതിന്റെ ഇത് കിട്ടില്ല. ഇതൊരു പ്രീമിയംനെസ് ഉണ്ട്. അതെ അതെ, യൂസ്ഫുൾ ആണ്, വളരെ യൂസ്ഫുൾ ആണ്. ഇത് നമുക്ക് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ സാധനങ്ങളെല്ലാം ഇതിന്റെ അകത്ത് വെക്കാവുന്ന രീതിയിലാണ്. അതെ, ഇവിടെ കുറെ ഇൻഡിവിജ്വൽ ടേബിൾ ടോപ്പ് കൈൻഡ് ഓഫ് അല്ലേ? അതെ അതെ, വാഷ് ബേസിന്റെ ഡിസൈനർ ആയിട്ടുള്ള കുറച്ച് മോഡൽസ് ആണ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ പാറ്റേൺ ഐ മീൻ ഒരു സെറ്റ് ആയിട്ടുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. അല്ലാതെ നമ്മള് പാരിവെയറിലല്ലേ? പാരിവെയറിലും കണ്ടു. ഇത് കുറച്ച് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള മോഡൽസ് ആണ്. എന്നാലും എല്ലാം മറ്റേ WPC അതിൽ ചെയ്തിരിക്കുന്നതാണ്. അതെ, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അതിന്റെ സ്റ്റോറേജ് ഏരിയ ഒക്കെ നോക്കുവാണെങ്കിലൊക്കെ തന്നെ ഉണ്ട്. 7, 8 ആ റേഞ്ചിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഗ്രാൻഡ് ഫാദർ സ്റ്റാർട്ട് ചെയ്തതാണ്. ഭാരത് ഏജൻസീസ് എന്ന് പറഞ്ഞിട്ടാണ് ഫേമിന്റെ പേര്. അത് ഇവിടെ നിന്ന് 800 മീറ്റേഴ്സ്. പക്ഷെ അവിടെ നമുക്ക് ഇത്രയും ഡിസ്പ്ലേ, ഈ ബ്രാൻഡ്സ് ഒക്കെ ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ കാര്യം അത് തന്നെയാണ്. നമ്മൾ അത്രയും വർഷമായിട്ടുള്ള ഒരു നെയിം ആയതുകൊണ്ടാണ്, ആ ഒരു ക്രെഡിബിലിറ്റി ഉള്ളതുകൊണ്ടാണ് ഈ ബ്രാൻഡ്സ് എല്ലാം നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്തത്. പക്ഷെ അവിടെ ഇത്രയും ഡിസ്പ്ലേ ചെയ്യാനുള്ള, ഇതൊരു 100% ഡിസ്പ്ലേ സെന്റർ ആണ്. ഇവിടെ സ്റ്റോക്ക് ഒന്നും നമ്മൾ കീപ്പ് ചെയ്തിട്ടില്ല. ഇത് ഫുൾ ഔട്ട് ആൻഡ് ഔട്ട് ഇത് മൊത്തം ഡിസ്പ്ലേക്ക് വേണ്ടി വെച്ചിരിക്കും. അപ്പോൾ ഒരു കസ്റ്റമറിന് ഒരു 1 ഫുൾ ഡേ സ്പെൻഡ് ചെയ്ത് കാണാനുള്ള അത്ര ഫുള്ള് നമ്മുടെ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള റിക്വയർമെന്റ് ലിസ്റ്റുമായിട്ട് വന്നത്. ഇപ്പോൾ സാനിറ്ററി വേണ്ടി വരും, CP വേണ്ടി വരും, ടൈൽ വേണം. ടൈൽ ഏറ്റവും ലാസ്റ്റാണ് വരുന്നത്. ഇതിന്റെ ഉള്ളിൽ പോകുന്ന കൺസീൽഡ് തൊട്ട് നമുക്കുണ്ട്. ഡൈവേർട്ടേഴ്സ് ആയാലും കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് ആയാലും അതെല്ലാം അകത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഫുൾ ലിസ്റ്റുമായിട്ട് വന്ന ഒരു ഫുൾ ഡേ നിന്ന് അവർക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇനി അത് ഗൾഫിലൊക്കെ ഉള്ള കസ്റ്റമേഴ്സ് ആണെങ്കിലും നമുക്ക് കുറച്ച് ടൈം തരണം. വാട്സാപ്പിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്റ്റാഫ് വാട്സാപ്പ് ത്രൂ അവർക്ക് വേണ്ട ഗൈഡൻസ് എല്ലാം കൊടുക്കുന്നതാണ്. അതെ അതെ. എങ്ങനെയായിരിക്കും കേരളത്തിൽ ഡെലിവറിയും കാര്യങ്ങളും? നമ്മളൊരു 50,000 എബവ് ആണെങ്കിൽ എല്ലായിടത്തും ഫ്രീ ഡെലിവറി നമ്മൾ കൊടുക്കും. പക്ഷേ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നല്ല ഡിസ്റ്റൻസ് ഒരു 200 കിലോമീറ്ററിനൊക്കെ മേളിലാണ് 50,000 ഒക്കെ ഉള്ളുവെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് ടൈം തരണം. ആ ഏരിയയിലേക്കുള്ള ഏതെങ്കിലും ഒരു ബില്ലിൻ്റെ കൂടെ ക്ലബ് ചെയ്ത് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതല്ല ഒരു 1 lakhന് മേളിലൊക്കെ തീർച്ചയായിട്ടും ആ ദിവസം തന്നെ ഞങ്ങൾക്ക് ഡെലിവറി അറേഞ്ച് ചെയ്യാം. എപ്പോഴും ഞങ്ങൾ പറയുന്ന ഒരു കുറച്ച് ടൈം മുന്നേ വന്ന് സെലക്ട് ചെയ്താൽ എളുപ്പമായിരിക്കും. കാരണം പല സാധനങ്ങളും ഇപ്പം ഇതിൽ കാണിച്ചിരിക്കുന്ന എൻറ്റയർ പ്രൊഡക്ഷൻ നമുക്കിവിടെ സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ എല്ലാവർക്കും പറ്റില്ല. അത് വേറൊരു കാര്യമുണ്ട്. ബിക്കോസ് ഇപ്പോൾ ബ്രോ വന്ന് ചോദിക്കുന്ന എത്ര സ്ക്വയർ ഫീറ്റ് ആണെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടാവില്ല. ഇപ്പോൾ സേ ഒരു എക്സാമ്പിൾ ഞാനൊരു 5,000 എടുത്തു വെച്ചു. കസ്റ്റമർ ഒരു 3ക്ക് വന്നു. പിന്നെ വരുന്നൊരു കസ്റ്റമർ പിന്നെ 3,000 ചോദിച്ചാൽ എൻ്റെ കയ്യിൽ സെയിം ബാച്ച് കൊടുക്കാൻ പറ്റത്തില്ല. വേറെ എനിക്ക് പ്ലാന്റിൽ നിന്ന് വരുത്തി തരണം ഒറ്റ ടൈം സെയിം ബാച്ച് വരുന്നത്. പ്ലാന്റിൽ നിന്ന് വരുത്തുക എന്ന് പറഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു 15 to 20 ഡേയ്സ് ലീഡ് ടൈം വേണം. അപ്പോൾ ഒരു കസ്റ്റമർ ഒരു 1 month അഡ്വാൻസിലൊക്കെ വന്ന് അത് നോർമൽ ഇവിടെ പോകുന്ന എല്ലാ ടൈമിലും നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇത്രയും സ്റ്റോക്ക് ചെയ്യുമ്പോൾ കുറച്ച് യുണീക്ക് ആയിട്ടുള്ള സാധനങ്ങൾ എടുക്കണമെങ്കിൽ കുറച്ച് അഡ്വാൻസ് വന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് അറേഞ്ച് ചെയ്യാൻ കുറെ കൂടെ എളുപ്പമായിരിക്കും. ഒറ്റ ബാച്ചിൽ സാധനം പ്ലാന്റിൽ നിന്ന് വരുത്തി തരാം. ഇല്ലെങ്കിൽ മിക്സ് ചെയ്തു പോകും. അപ്പോൾ കളർ വേരിയേഷൻ വരാനും സൈസ് വേരിയേഷൻ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഒരു 1 month അപ്പോൾ കസ്റ്റമർ നല്ല പലയിടത്ത് റേറ്റ് ഒക്കെ നോക്കി അവസാനം ഇവിടെ വന്നാൽ മതി. ബെസ്റ്റ് റേറ്റിൽ സാധനം തരാം. ഉള്ളി തിങ് കസ്റ്റമർ കുറച്ച് ലീഡ് ടൈം തന്നാൽ ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള പ്രൊഡക്ട്സും ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും. അത് തന്നെ പറയുന്നത്. എല്ലായിടും പോയി നിങ്ങളൊക്കെ ഒന്ന് തപ്പി നന്നായിട്ട് അലഞ്ഞ് സമാധാനമായിട്ട് ഇവിടെ വാ, ആള് വേണ്ട രീതിയിൽ ചെയ്തു. ബേസിക്കലി ഈ ബിസിനസിന്റെ ഒരു പ്രത്യേകത ഒരു 1 time പരിപാടിയാണ്. നമ്മൾ ഡ്രസ്സ് എടുക്കുന്ന പോലെയോ അല്ലെ പെയിന്റ് എടുക്കുന്ന പോലെ അല്ലെ ഫേർണിച്ചർ മേടിക്കുന്ന പോലെയല്ല. അതിപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞ് കേടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദൂരം അറിഞ്ഞിട്ട് പുതിയത് മേടിച്ച് വെക്കാം. കസ്റ്റമർ ആ ഒരു ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കുന്നുള്ളൂ. ഇതങ്ങനല്ല, ഇത് 1 time ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മളൊരു ടൈൽ എടുക്കുക അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു കൺസീൽഡ് സാധനം വെക്കുക. ക്ലോസറ്റ് ഫോർ ദാറ്റ് മാറ്റർ വേണമെങ്കിൽ നാളെ മാറ്റി റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ പോകുന്നത് ഇത് മാറ്റണമെങ്കിൽ ഒരുപാട് അഡീഷണൽ കോസ്റ്റ് ഇൻകർ ചെയ്യുന്ന പരിപാടിയാണ്. ഒരു 1 time ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ അതിൽ കസ്റ്റമർ വളരെയധികം ക്രെഡിബിലിറ്റിയും ഇതെല്ലാം നോക്കിയിട്ടേ ചെയ്യുള്ളൂ. പലപ്പോഴും ആൾക്കാർ അൺബ്രാൻഡഡ് അല്ലെങ്കിൽ തീരെ ഇതിലേക്ക് പോകുന്നത് ബിക്കോസ് ഒരു സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപ എന്ന് കേൾക്കുന്ന ഒരു അട്രാക്ഷൻ. പക്ഷേ ടെക്നിക്കലി സ്പീക്കിംഗ് ബ്രോ കൊണ്ടുവരുന്ന ലിസ്റ്റിൽ ഹോൾ ഇത്ര, ബെഡ്റൂം ഇത്ര, സിറ്റ് ഔട്ട് ഇത്ര, ലൈക്ക് അങ്ങനെ ബാത്റൂം ഇത്ര എന്ന് പറഞ്ഞ് ഉണ്ടാവും. ഇതിന്റെ ഒരു ക്യുമുലേറ്റീവ് ഫിഗർ ആണ്, ടോട്ടൽ ഫിഗർ ആണ് നമ്മൾ നോക്കേണ്ടത്. നമുക്കിത് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ വേണ്ട പ്രൊഡക്റ്റും ഇത് വേണ്ടാത്ത ഇത് അറിയിക്കാതെ ഇപ്പോൾ ഒരു ഓപ്പൺ ടെറസ് നമ്മൾ കൊണ്ട് ഇത്ര വലിയ സാധനം ഇടേണ്ട കാര്യമില്ല. അങ്ങനെ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്തൊക്കെ എടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വളരെ വലിയ ഡിഫറൻസ് ഒന്നും വരില്ല കമ്പയർഡ് ടു
ഇമ്പോർട്ടൻറ്റ് ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ ഇത്രയും വർഷത്തേക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ വ്യത്യാസമേ വരുള്ളൂ. പക്ഷെ ചിലപ്പോൾ എന്താ പറ്റുന്നത്, ചില കസ്റ്റമേഴ്സ് പോയി കഴിഞ്ഞാൽ ആ കടയിൽ അൺബ്രാൻഡഡ് അല്ലെങ്കിൽ കുറഞ്ഞ സാധനം മാത്രമേ ഉള്ളൂ. അവർ ഫിഗേഴ്സ് മാത്രം നോക്കും. ഫിഗേഴ്സ് മാത്രമേ, അപ്പോൾ കുറഞ്ഞത് മാത്രമേ ഉള്ളൂ, അത് എടുക്കാൻ നോക്കും. അതല്ലെങ്കിൽ ബ്രാൻഡ് ഉള്ളത് ബ്രാൻഡ് മാത്രമേ ഉള്ളൂ, അത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ ഇങ്ങനൊരു ഓപ്ഷൻ കൊടുത്തിരിക്കും, ഇഷ്ടമുള്ള എടുക്കാം. ഏറ്റവും കൂടി തൊട്ട് ഏറ്റവും കുറഞ്ഞ വരെ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ള സ്ഥലങ്ങളിൽ അത് നോക്കിയിട്ട് എടുക്കാം. പിന്നെ വോട്ടെവർ ഇറ്റ് ഇസ്, ഏറ്റവും കുറഞ്ഞ പ്രോഡക്റ്റ് ആണെങ്കിൽ ഞങ്ങൾക്ക് സെക്കൻഡ്സോ സ്റ്റാൻഡേർഡോ കൊമേഴ്ഷ്യലോ ഒന്നുമില്ല, എല്ലാം പ്രീമിയം. ആ ബ്രാൻഡിന്റെ പ്രീമിയമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഇങ്ങനെ വൺ ടൈം ലിക്വിഡേറ്റ് ചെയ്യുന്ന സ്റ്റോക്ക് അങ്ങനത്തെ ഒന്നും നമുക്ക് അങ്ങനത്തെ പരിപാടിയില്ല. ബിക്കോസ് നമ്മളൊരു ലോങ് ടേം ട്രസ്റ്റിലാണ് ഇതിൽ ഈ ബിസിനസ് ഓപ്പറേറ്റ് ചെയ്ത് നിൽക്കുമ്പോഴും കണ്ടു ആരാണ്ട് ഒരു ടീം മേളിൽ നിന്ന് സംസാരിക്കുന്ന കേട്ടോ, 5-6 വർഷം മുമ്പ് കണ്ടല്ലേ ഓർമ്മയില്ല. അതെ അതെ ടൈല് അത് ആ കേസിൽ ആ കസ്റ്റമറിന് ടൈൽ എടുത്ത ഒരു ഇതിൽ ഒരു കംപ്ലൈന്റ് വന്നു. ഞങ്ങളത് റെക്ടിഫൈ ചെയ്ത് കൊടുത്തു. ഞാൻ മറന്നുപോയി, എനിക്ക് ആളെ ഓർമ്മ, പുള്ളി എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. ഞങ്ങളത് റെക്ടിഫൈ ചെയ്ത് കൊടുത്തു. ഇന്ന് പുള്ളിയുടെ പുതിയ വീടിന് ടൈൽ എടുക്കുക, പുള്ളിയുടെ ബ്രദറിന്റെ വീടിനായിരുന്നു അത് എടുത്തത്. പുള്ളിയുടെ വീട്ടിലേക്ക് ടൈൽ എടുക്കാൻ വന്നപ്പോൾ എന്നെ കണ്ട് സംസാരിച്ച. അതെ അതെ, അത് ഒരു കംപ്ലൈന്റ് പറ്റിയതിനെ നമ്മൾ അഡ്രസ് ചെയ്തുകൊണ്ടാണ്. ഇപ്പൊ ഇതെല്ലാം നമുക്ക് 100% ശരിയാന്ന് പറയാൻ പറ്റില്ല. നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നതല്ല, ഒരു ബ്രാൻഡിനെ നമ്മൾ വിശ്വസ് ചെയ്യുന്നതാണ്. പക്ഷെ ആ ബ്രാൻഡ് ഒരു പ്രശ്നം പറ്റിയത് നമ്മൾ റെക്ടിഫൈ ചെയ്തെങ്കിൽ അതും കസ്റ്റമർ ഓണർ ചെയ്യും. അല്ല, അങ്ങനെയാണോ വേണ്ടേ? അത് ആ ഗൈഡ് ചെയ്ത് നമ്മൾ അവർക്ക് വേണ്ട അവർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതൊരു ലോങ് ടൈം ട്രസ്റ്റ്. ട്രിവാൻഡ്രം ടു ലൈക്ക് എന്താ പറയുക, കാലിക്കറ്റ് അപ്പുറം വരെ നിങ്ങൾ നോക്കിയാലും നല്ലൊരു രീതിയിൽ ഞങ്ങൾ ഡിസ്പ്ലേ അറേഞ്ച് ചെയ്തത്. എവിടെ വേണേൽ ഞങ്ങൾക്ക് സപ്ലൈ ചെയ്യാം. നമ്മൾ എന്തായാലും ചെയ്യുക, വൃത്തിക്ക് ചെയ്യണം. ഇച്ചിരി സമാധാനത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിൽ. ജനറലി ഇപ്പൊ അല്ല നോർമൽ ട്രെൻഡ് ശനിയാഴ്ച വന്ന് തിങ്കളാഴ്ച പണി തുടങ്ങുന്ന സാധനം വേണമെന്ന് പറയുന്നതാണ്. അപ്പോഴും നമുക്ക് കൊടുക്കാം. പക്ഷെ അപ്പൊ നമ്മുടെ കയ്യിൽ എപ്പോഴും പോകുന്ന സാധനങ്ങളെ നമുക്ക് കൊടുക്കാൻ പറ്റും. കുറച്ച് യൂണീക്ക് ആയിട്ട് വേണമെങ്കിൽ കുറച്ച് നേരത്തെ പറയാം, ആ സാധനം നമുക്ക് വരുത്തി ആ വീടപ്പ ഒരു നിങ്ങളുടെ ഒരു ഓൺ ടച്ച് അതിന് ഉണ്ടാവും. അതാണ് നമ്മുടെ സ്റ്റോറിന്റെ ഏറ്റവും വലിയ USP. എന്തായാലും നല്ലൊരു വിഷ്വൽ ആനന്ദ് ഇവിടെ ഉണ്ട്, എപ്പോഴും ഹെൽപ്പ് ചെയ്യാൻ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.